ഈ രാത്രിയുടെ നിശ്ശബ്ദതയിലേക്ക് സ്വാഗതം. പുറത്തെ ലോകത്തിന്റെ വേഗതയും ബഹളങ്ങളും ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ, കാലത്തിന്റെ തിരമാലകൾക്ക് മായ്ക്കാനാവാത്ത ഒരു മനുഷ്യന്റെ കഥ കേൾക്കാൻ നമ്മുടെ മനസ്സിന്റെ വാതിലുകൾ നമുക്ക് തുറന്നിടാം. ഓർമ്മകളുടെ ഒരു തീരത്തേക്ക് നമുക്കൊരുമിച്ച് സഞ്ചരിക്കാം. ഇതൊരു മനുഷ്യന്റെ ഇച്ഛാശക്തിയുടെയും സഹനത്തിന്റെയും ഒരു ഇതിഹാസമാണ്. അതുകൊണ്ട് നിങ്ങളുടെ കണ്ണുകളടച്ച് എന്റെ ശബ്ദത്തെ മാത്രം പിന്തുടരുക. നമ്മളിപ്പോൾ യാത്ര തുടങ്ങുകയാണ്. നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് മെക്സിക്കോയുടെ തെക്കേ തീരത്തുനിന്നാണ്. പസഫിക് മഹാസമുദ്രം ഒരമ്മയുടെ വാത്സല്യത്തോടെ എപ്പോഴും തഴുകിത്തലോടുന്ന ഒരു കൊച്ചു ഗ്രാമം, കോസ്റ്റ അസൂൾ. ആ പേര് അന്വർത്ഥമാക്കുന്നതുപോലെ നീലത്തീരം. ആകാശവും കടലും നീലയുടെ പല ഭാവങ്ങളിൽ ലയിച്ചു ചേർന്ന് കാഴ്ചയുടെ ഒരു മഹാകാവ്യം രചിക്കുന്ന ഒരിടം. ഈ ഗ്രാമത്തിന് ഒരു ഹൃദയതാളമുണ്ട്. അത് ഘടികാരസൂചികളിലല്ല, മറിച്ച് കടലിന്റെ ചലനങ്ങളിലാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. കോസ്റ്റ അസൂളിലെ ഓരോ പ്രഭാതവും പിറവിക്കൊള്ളുന്നത് ഒരു യാന്ത്രിക സംഗീതം കേട്ടുകൊണ്ടാണ്. കടലിലേക്ക് കുതിക്കാൻ വെമ്പുന്ന മീൻപിടുത്ത വള്ളങ്ങളുടെ എഞ്ചിനുകൾ ഒരുമിച്ച് മുരളുന്ന ശബ്ദം. സൂര്യൻ ചക്രവാളത്തിൽ ഒരു സിന്ദൂരപ്പൊട്ടായി തെളിയും മുൻപേ പുരുഷന്മാർ തങ്ങളുടെ വള്ളങ്ങളുമായി ആഴങ്ങളിലേക്ക് യാത്രയാകുന്നു. അവർ പോകുമ്പോൾ തീരത്തെ മണൽത്തരികളിൽ അവരുടെ നിഴൽപ്പാടുകൾ മാത്രമല്ല അവശേഷിക്കുന്നത്. പ്രതീക്ഷയും പ്രാർത്ഥനയും നിറഞ്ഞ ഒരു പിടി സ്ത്രീകളുടെ ഹൃദയമിടിപ്പുകൾ കൂടിയാണ്. കടലമ്മ കനിയണമേ എന്ന ഒരേയൊരു പ്രാർത്ഥനയോടെ തങ്ങളുടെ പുരുഷന്മാരുടെ സുരക്ഷിതമായ തിരിച്ചുവരവിനായി അവർ കാത്തിരിക്കും. കോസ്റ്റ അസൂളിലെ കാറ്റിന് പോലും ഒരു പ്രത്യേക ഗന്ധമാണ്. അതിൽ ഉപ്പിന്റെ തീക്ഷ്ണതയുണ്ട്, വെയിലിലുണങ്ങാനിട്ട മത്സ്യത്തിന്റെ ഗന്ധമുണ്ട്, വല നന്നാക്കുന്ന മുക്കുവന്മാരുടെ കൈകളിലെ പുകയിലയുടെ ഗന്ധമുണ്ട്. പിന്നെ ഓരോ തിരയും കരയെ പുണർന്നു മടങ്ങുമ്പോൾ ബാക്കിവെച്ചു പോകുന്ന നനഞ്ഞ മണ്ണിന്റെ ജീവനുള്ള ഗന്ധവുമുണ്ട്. ഇവിടത്തെ ജീവിതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് വേലിയേറ്റത്തിനും വേലിയിറക്കത്തിനുമനുസരിച്ചാണ്. ചാകരയുടെ സമൃദ്ധിയിലും കോളു കുറഞ്ഞ കാലത്തിന്റെ വറുതിയിലും ഒരുപോലെ ജീവിക്കാൻ ഇവിടുത്തെ മനുഷ്യർ പഠിച്ചിരിക്കുന്നു. ഈ ഗ്രാമത്തിലെ സായന്തനങ്ങൾ ഒരു ഉത്സവമാണ്. കടലിന്റെ കനിവും കൊണ്ട് വള്ളങ്ങൾ തീരമണയുമ്പോൾ ആ തീരമൊന്നാകെ ഉണരും. ലേലം വിളിക്കുന്നവരുടെ ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ, കുട്ടികളുടെ ആർപ്പുവിളികൾ, വിലപേശുന്നവരുടെ ബഹളം, ജീവന്റെ, അധ്വാനത്തിന്റെ ഒരു വലിയ ആഘോഷം. ആ ദിവസത്തെ വിയർപ്പിന്റെ ഫലം കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ പുരുഷന്മാർ ഗ്രാമത്തിലെ ചെറിയ ബാറുകളിലേക്ക് ഒഴുകിച്ചെല്ലും. ടെക്കുലയുടെ ലഹരിയിൽ അവർ ആ ദിവസത്തെ ക്ഷീണം അകറ്റും. അവിടെ അവർ തങ്ങളുടെ കടൽ കഥകൾ പങ്കുവയ്ക്കും. കൂറ്റൻ സ്രാവുകളെ നേരിട്ട വീരകഥകൾ, വഴിതെറ്റിക്കാൻ ശ്രമിച്ച കൊടുങ്കാറ്റിന്റെ ഭീകരകഥകൾ. ഓരോ കഥയിലും അതിശയോക്തിയുടെ ഉപ്പ് കലർന്നിട്ടുണ്ടാകാം, പക്ഷേ അതിലുപരി കടലിനോടുള്ള ഭയവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞിരിക്കും. ഈ തീരത്തിന്റെ മക്കളാണിവർ. കടൽ ഇവർക്ക് അമ്മയും ദൈവവുമാണ്. അന്നം തരുന്നത് അതേ കടലാണ്. പക്ഷേ ചിലപ്പോൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ ആ അമ്മയൊരു രാക്ഷസിയായി മാറി തങ്ങളുടെ പ്രിയപ്പെട്ടവരെ തിരിച്ചെടുക്കുമെന്ന സത്യം ഇവർക്കറിയാം. ആ അറിവാണ് ഇവരുടെ ജീവിതത്തിന് ആഴം നൽകുന്നത്. ഈ ഗ്രാമത്തിന്റെ ജീവസുറ്റ യാഥാർത്ഥ്യങ്ങൾക്കിടയിലാണ് നമ്മുടെ കഥാനായകൻ ജീവിച്ചിരുന്നത്. ഈ മനുഷ്യർക്കിടയിൽ അവരിലൊരാളായി തന്റേതായ സ്വപ്നങ്ങളുടെ ഒരു കൊച്ചുവള്ളം തുഴഞ്ഞുകൊണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഹൊസേ സാൽവദോർ ആൽവാരെങ്ക. സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും അദ്ദേഹം ചീറിലോ ആയിരുന്നു. ആ വിളിപ്പേരിന് അദ്ദേഹത്തിന്റെ ജന്മനാടുമായി ബന്ധമുണ്ടായിരുന്നു. അൽവാരെങ്ക മെക്സിക്കോക്കാരനായിരുന്നില്ല. മധ്യ അമേരിക്കയിലെ കൊച്ചുരാജ്യമായ എൽ സാൽവദോറിലെ ചിരിലാഗ്വ എന്ന തീരദേശ ഗ്രാമത്തിൽ നിന്ന് നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് അതിർത്തികൾ താണ്ടിയെത്തിയ ഒരു മനുഷ്യൻ. 36 വയസ്സിന്റെ യുവത്വവും കടലിനോട് പടവെട്ടി നേടിയ കരുത്തുമുള്ള ശരീരമായിരുന്നു അദ്ദേഹത്തിന്റേത്. കരയിൽ നിൽക്കുന്ന അൽവാരെങ്കയായിരുന്നില്ല കടലിലെ അൽവാരെങ്ക.
കരയിൽ അദ്ദേഹം ജീവിതത്തെ അതിന്റെ എല്ലാ നിറങ്ങളോടും കൂടി ആഘോഷിച്ചു. കയ്യിൽ പണം വരുമ്പോൾ സുഹൃത്തുക്കൾക്കായി വാരിക്കോരി ചിലവഴിച്ചു. ഉറക്കെ ചിരിക്കുകയും പാട്ടുപാടുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്ന സാന്നിധ്യം കൊണ്ട് ഏതു സദസ്സിനെയും ഉണർത്തുന്ന ഒരു പ്രകൃതക്കാരൻ. നാളെയെക്കുറിച്ച് ചിന്തിക്കാത്ത ധൂർത്തനെന്ന് ചിലർ അദ്ദേഹത്തെപ്പറ്റി അടക്കം പറഞ്ഞിരിക്കാം. എന്നാൽ അടുത്തറിയുന്നവർക്ക് അദ്ദേഹം ഒരു തുറന്ന പുസ്തകമായിരുന്നു. സ്നേഹവും സൗഹൃദവും മാത്രം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു പച്ച മനുഷ്യൻ. എന്നാൽ ആഴക്കടലിൽ അൽവാരംഗ തികച്ചും വ്യത്യസ്തനായ ഒരു വ്യക്തിയായി രൂപാന്തരപ്പെട്ടു. അവിടെ അദ്ദേഹം ഒരു ഗൗരവക്കാരനായ യോദ്ധാവായി. കടലിന്റെ ഓരോ ഭാവമാറ്റവും അദ്ദേഹത്തിന്റെ അനുഭവസമ്പന്നമായ കണ്ണുകൾ ഒപ്പിയെടുത്തു. തിരമാലകളുടെ ഭാഷയും കാറ്റിന്റെ ഗതിയും അദ്ദേഹത്തിന് ഹൃദിസ്ഥമായിരുന്നു. മീൻപിടുത്തം അദ്ദേഹത്തിനൊരു തൊഴിൽ മാത്രമായിരുന്നില്ല, അതൊരു ലഹരിയായിരുന്നു. പ്രത്യേകിച്ച് കരകാണാദൂരത്തുള്ള ആഴക്കടൽ മീൻപിടുത്തം. ഭീമാകാരന്മാരായ സ്രാവുകളെയും ട്യൂണകളെയും വേട്ടയാടുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഒരു പ്രത്യേകതരം ആവേശം നിറഞ്ഞിരുന്നു. പ്രകൃതിയുടെ അപാരമായ ശക്തിയോടുള്ള ഒരുതരം വെല്ലുവിളി. ഓരോ തവണയും വലിയൊരു മത്സ്യവുമായി തീരമണയുമ്പോൾ ആളുകളുടെ അത്ഭുതം നിറഞ്ഞ നോട്ടം അദ്ദേഹത്തിന് നൽകിയിരുന്ന ആത്മവിശ്വാസം ചെറുതായിരുന്നില്ല. കോസ്റ്റ അസൂളിലെ ഏറ്റവും മികച്ച ആഴക്കടൽ മുക്കുവന്മാരിൽ ഒരാളായി അൽവാരംഗ അറിയപ്പെട്ടു. പക്ഷേ ഈ ബാഹ്യമായ സന്തോഷങ്ങൾക്കും ആഘോഷങ്ങൾക്കുമുള്ളിൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു തീരാവേദനയുടെ കനൽ എരിഞ്ഞുകൊണ്ടിരുന്നു. എൽ സാൽവദോറിൽ ഉപേക്ഷിച്ചു പോരേണ്ടിവന്ന തന്റെ കുടുംബം, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, പിന്നെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ. ആ പേര് ഓർക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഒരു നനവ് പടരുമായിരുന്നു. അവളെ അവസാനമായി കാണുമ്പോൾ അവളൊരു പിഞ്ചുകുഞ്ഞായിരുന്നു. മികച്ചൊരു ജീവിതം കെട്ടിപ്പടുക്കാനായി അവളെയും അവളുടെ അമ്മയെയും വിട്ടു പോരേണ്ടി വന്ന ആ നിമിഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയായിരുന്നു. ഒരു നാൾ ഒരുപാട് പണവും പ്രശസ്തിയുമായി ഒരു വിജയിയായി ഫാത്തിമയുടെ മുന്നിൽ തിരിച്ചു ചെല്ലണം. അതായിരുന്നു ഹൊസേ സാൽവദോർ അൽവാരംഗയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം. ആ ഒരൊറ്റ സ്വപ്നമാണ് ഓരോ തവണയും അദ്ദേഹത്തെ അപകടങ്ങൾ നിറഞ്ഞ ആഴക്കടലിലേക്ക് അയച്ചത്. ഓരോ ചാകരയ്ക്ക് ശേഷവും കിട്ടുന്ന പണത്തിൽ നിന്ന് ഒരു വിഹിതം അദ്ദേഹം കുടുംബത്തിനയച്ചു കൊടുത്തു. പക്ഷേ അതൊന്നും മതിയാവില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ജീവിതം മാറ്റിമറിക്കുന്ന ഒരു വലിയ കോൾ, അതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഈ തീരത്തിന്റെ മകനായ കടലിന്റെ പ്രിയപ്പെട്ടവനായ ആ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വിധി അതിന്റെ വലയെറിഞ്ഞത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു. ആ വല അദ്ദേഹത്തെ ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിലുള്ള ഒരു മഹാസമുദ്രത്തിലേക്ക് വലിച്ചുകൊണ്ടുപോകുമെന്ന് അപ്പോഴദ്ദേഹം അറിഞ്ഞിരുന്നില്ല. 2012 നവംബർ മാസം. കോസ്റ്റ അസൂളിന് അത് സമൃദ്ധിയുടെ ദിനങ്ങളായിരുന്നു. കടൽ ശാന്തമായിരുന്നു. മുക്കുവന്മാർക്ക് അത് ചാകരയുടെ കാലവും. നവംബർ 17-ാം തീയതി ഒരു ശനിയാഴ്ച പ്രഭാതം. ആകാശത്തിന് പതിവില്ലാത്ത ഒരു തെളിച്ചമുണ്ടായിരുന്നു. കടൽ ഒരു നീല പരവതാനി പോലെ നിശ്ചലമായി കാണപ്പെട്ടു. അങ്ങനെയൊരു ദിവസത്തിന്റെ സാധ്യതകൾ ഹോസേ സാൽവദോർ അൽവാരംഗയെപ്പോലുള്ള ഒരു മുക്കുവന് നന്നായി അറിയാമായിരുന്നു. അന്ന് അദ്ദേഹം പതിവിലും നേരത്തെ ഉണർന്നിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു വലിയ പദ്ധതി രൂപം കൊണ്ടിരുന്നു. ഒരു ലോങ് ട്രിപ്പ്. തീരത്തുനിന്ന് സാധാരണ പോകുന്നതിലും വളരെ ദൂരെ ആഴക്കടലിന്റെ ഹൃദയത്തിൽ ഒരു ഭാഗ്യം പരീക്ഷിക്കണം. വലിയ ട്യൂണകളും മാർലിനുകളും വിഹരിക്കുന്ന അത്തരമിടങ്ങൾ അപകടം നിറഞ്ഞതാണെങ്കിലും അവിടെയാണ് ഭാഗ്യം ഒളിഞ്ഞിരിക്കുന്നത്. നല്ലൊരു കോള് കിട്ടിയാൽ വരാനിരിക്കുന്ന ക്രിസ്തുമസ് ആഘോഷങ്ങൾ ഗംഭീരമാക്കാം. അതിലുപരി മകൾ ഫാത്തിമയ്ക്ക് അവൾ ആഗ്രഹിച്ച സമ്മാനം വാങ്ങാനുള്ള പണവും കണ്ടെത്തണം. അദ്ദേഹം തന്റെ സ്ഥിരം പങ്കാളിയായ റെയ് പെരസിനെ വിളിച്ചു. റെയ് അൽവാരംഗിയെപ്പോലെ തന്നെ കടലിന്റെ ഗതിവിഗതികൾ അറിയുന്ന ഒരു മികച്ച മുക്കുവനായിരുന്നു. അവരുടെ കൂട്ടുകെട്ട് പലപ്പോഴും വലിയ വിജയങ്ങൾ നേടിയിട്ടുണ്ട്. എന്നാൽ അന്ന് ഫോണിന്റെ മറുതലയ്ക്കൽ റേയുടെ ശബ്ദത്തിൽ പതിവില്ലാത്ത ഒരു ആശങ്കയുണ്ടായിരുന്നു. ചിരിലോ, ഞാനിന്നില്ല. ശരീരത്തിനൊരു സുഖക്കുറവ്. അൽവാരംഗയ്ക്ക് അതൊരു ഒഴിവുകഴിവായിട്ടാണ് തോന്നിയത്. അദ്ദേഹം ചിരിച്ചുകൊണ്ടു പറഞ്ഞു, റേ, നിന്റെ അസുഖം മടിയാണെന്നെനിക്കറിയാം.
ഇന്നൊരു സുവർണ അവസരമാണ്. കടൽ നമ്മളെ കാത്തിരിക്കുന്നു. ഒരു വലിയ കോൾ ഉറപ്പാണ്. അതല്ല ചിറിലോ. റേയുടെ ശബ്ദം കൂടുതൽ ഗൗരവമുള്ളതായി. എന്റെ മനസ്സ് പറയുന്നു ഇന്ന് പോകണ്ടാന്ന്. കാറ്റിന്റെ സ്വഭാവത്തിൽ എന്തോ ഒരു പന്തിക്കേട്. ഇത് കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയാണെന്ന് എന്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നതുപോലെ. ഒരു നിമിഷം അൽവാരംഗ നിശ്ശബ്ദനായി. പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളിലെ സാഹസികൻ ആ മുന്നറിയിപ്പിനെ അവഗണിച്ചു. യാത്രയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരുന്നു. ഈ അവസരം നഷ്ടപ്പെടുത്താൻ അദ്ദേഹം ഒരുക്കമായിരുന്നില്ല. നീ പേടിത്തൊണ്ടനാണെങ്കിൽ വീട്ടിലിരുന്നുറേ, ഞാൻ മറ്റാരെങ്കിലും കൂട്ടിക്കോളാം. അൽവാരംഗയുടെ ശബ്ദത്തിൽ നേരിയൊരു ദേഷ്യം കലർന്നിരുന്നു. അദ്ദേഹം ഫോൺ വെച്ചു. പങ്കാളിയില്ലാതെ അത്രയും ദൂരേക്ക് ഒറ്റയ്ക്കു പോകുന്നത് ബുദ്ധിയല്ലെന്ന് അദ്ദേഹത്തിനറിയാമായിരുന്നു. തീരത്ത് ഒരു ദിവസത്തെ പണിക്കായി ആരെങ്കിലും വിളിക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തുനിൽക്കുന്ന ചെറുപ്പക്കാരുടെ കൂട്ടത്തിലേക്ക് അദ്ദേഹം നടന്നു. അവിടെയാണ് ഹോസെ സാൽവദോർ അൽവാരെങ്ക എസക്കിയേൽ കൊർഡോബയെ കണ്ടുമുട്ടുന്നത്. 22 വയസ്സുള്ള മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ള ഒരു ചെറുപ്പക്കാരൻ. കൊർദോബയുടെ കണ്ണുകളിൽ ഒരു ചെറുപ്പക്കാരന്റെ സ്വപ്നങ്ങളും ഒരു ദരിദ്രന്റെ നിസ്സഹായതയും ഒരുപോലെ നിഴലിച്ചിരുന്നു. അവനൊരു സ്ഥിരം മുക്കുവനായിരുന്നില്ല. കടലിനെ അവന് ഭയമായിരുന്നു. പക്ഷെ വീട്ടിലെ ആവശ്യങ്ങൾ ആ ഭയത്തേക്കാൾ വലുതായിരുന്നു. അനിയന്റെ ഫുട്ബോൾ ടീമിന് പുതിയ ജേഴ്സി വാങ്ങാൻ കുറച്ചു പണം അത്യാവശ്യമായിരുന്നു. അതിനുവേണ്ടി മാത്രമാണ് അവൻ അന്ന് കടലിൽ പോകാൻ തയ്യാറായത്. ചെറുക്ക, എന്റെ കൂടെ കടലിൽ വരാൻ ധൈര്യമുണ്ടോ? അൽവാരംഗ ചോദിച്ചു. ഒരു ദിവസത്തെ ജോലിയാണ്, നല്ല പണം തരാം. കൊർദോബയുടെ മുഖം ഒരു നിമിഷം വിടർന്നു. അവൻ മടിച്ചു നിന്നു. പക്ഷേ അവന്റെ ആവശ്യം സമ്മതമോയി. വരാം മുതലാളി. അങ്ങനെ ആ വിധിനിർണായകമായ യാത്രയ്ക്ക് അൽവാരംഗയ്ക്കൊരു പുതിയ പങ്കാളിയെ ലഭിച്ചു. അനുഭവസമ്പന്നനായ റേയ് പെരസിന് പകരം കടലിന്റെ ABCD അറിയാത്ത എസക്കിയേൽ കൊർദോബ. അതൊരു വെറും മാറ്റമായിരുന്നില്ല, വരാനിരിക്കുന്ന ദുരന്തത്തിന്റെ ആദ്യത്തെ അധ്യായമായിരുന്നു. അവർ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. സാൻഡോസ് എന്ന മുതലാളിയുടെ 7 മീറ്റർ ഫൈബർ വള്ളം. അതിലെ പ്രധാന ഉപകരണം മീൻ സൂക്ഷിക്കാനുള്ള വലിയ ഫൈബർ പെട്ടിയായിരുന്നു. ഐസ് നിറച്ചാൽ അതൊരു ശവപ്പെട്ടിയുടെ രൂപം കൈവരിക്കുന്നതുകൊണ്ട് മുക്കുവന്മാർക്കിടയിൽ അതിനൊരു വിളിപ്പേരുണ്ടായിരുന്നു: എൽ അട്ടാഡ്, ദ കോഫിൻ. ആ പേരിൽ ഒളിഞ്ഞിരിക്കുന്ന ഭീകരതയെക്കുറിച്ച് ചിന്തിക്കാതെ അവരതിൽ ഐസ് നിറച്ചു. ഒരു ചെറിയ യമഹ എഞ്ചിൻ, ആവശ്യത്തിന് ഇന്ധനം, കുറിച്ചീര, ചൂണ്ടകൾ, വഴികാട്ടാനായി ഒരു GPS ഉപകരണം, പുറംലോകവുമായി ബന്ധപ്പെടാനുള്ള ഒരു റേഡിയോ, ഒരു 30 മണിക്കൂർ യാത്രയ്ക്ക് വേണ്ടതെല്ലാം അതിലുണ്ടായിരുന്നു. ഭക്ഷണമായി കയ്യിൽ കരുതിയത് കുറച്ച് ടോട്ടിലുകളും ഒരു പാത്രം വെള്ളവും മാത്രം. സന്ധ്യമയങ്ങിയ നേരത്ത് കോസ്റ്റാസോളിന്റെ തീരത്തുനിന്ന് അവരുടെ വള്ളം പതിയെ നീങ്ങിത്തുടങ്ങി. കരയിലെ വെളിച്ചങ്ങൾ ഓർമ്മകളായി മാഞ്ഞു പോകുമ്പോൾ ചുറ്റും ഇരുട്ടും എഞ്ചിന്റെ ശബ്ദവും തിരമാലകളുടെ താരാട്ടും മാത്രമായി. ആകാശത്ത് നക്ഷത്രങ്ങൾ ഒരു വജ്രക്കല്ല് പോലെ തിളങ്ങി നിന്നു. കോർദോബയുടെ ഉള്ളിൽ ഭയം മുളപൊട്ടിത്തുടങ്ങിയിരുന്നു. ഈ ബിസ്ക്രാന്യ ജലപരപ്പിന് നടുവിൽ താനൊരു പൊട്ടുപോലെ ചെറുതാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അൽവാരംഗ പക്ഷേ തന്റെ സാമ്രാജ്യത്തിൽ തിരിച്ചെത്തിയൊരു രാജാവിനെപ്പോലെ ആവേശത്തിലായിരുന്നു. അദ്ദേഹം കോർദോബയുടെ ഭയം മാറ്റാനായി കടൽക്കഥകൾ പറയാൻ തുടങ്ങി. താൻ പിടിച്ച ഭീമാകാരനായ മത്സ്യങ്ങളെക്കുറിച്ചും താൻ അതിജീവിച്ച കൊടുങ്കാട്ടുകളെക്കുറിച്ചും അദ്ദേഹം അതിശയോക്തി കലർത്തി വർണ്ണിച്ചു. ആ കഥകൾ കേട്ട് കോർദോബയുടെ ഭയം പതിയെ കൗതുകത്തിനു വഴിമാറി. തീരത്തുനിന്ന് മണിക്കൂറുകളോളം യാത്ര ചെയ്ത് അവർ ലക്ഷ്യസ്ഥാനത്തെത്തി. അൽവാരംഗ ചൂണ്ടയിട്ടു. അധികം വൈകാതെ തന്നെ ചാകരയുടെ ലക്ഷണങ്ങൾ കണ്ടുതുടങ്ങി. വലിയ ട്യൂണകളും മഹിമഹിയും ഇടയ്ക്ക് ചെറിയ സ്രാവുകളും കൂട്ടത്തോടെ ചൂണ്ടയിൽ കൊത്തി. ഓരോ മീനിനെയും വള്ളത്തിലേക്ക് വലിച്ചുകയറ്റുമ്പോൾ അവരുടെ ശരീരം വിയർത്തു തളർന്നെങ്കിലും മനസ്സിൽ സന്തോഷം അലതല്ലി. കോർദോബയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മത്സ്യവേട്ടയായിരുന്നു അത്. ഏകദേശം 5-6 മണിക്കൂറുകൾക്കുള്ളിൽ അവരുടെ ശവപ്പെട്ടി നിറഞ്ഞു കവിഞ്ഞു. ഏകദേശം 500 കിലോയോളം മത്സ്യം. വള്ളത്തിന് താങ്ങാവുന്നതിലും അധികമായിരുന്നു ആ ഭാരം. അൽവാരംഗയുടെ മുഖത്ത് പൂർണ്ണ സംതൃപ്തിയുടെ ഒരു പുഞ്ചിരി വിടർന്നു. മതി, നമുക്ക് തിരിച്ചുപോകാം, അദ്ദേഹം പറഞ്ഞു. ഇതുകൊണ്ട് കുറച്ചുകാലത്തേക്ക് നമുക്ക് അടിച്ചുപൊളിക്കാം. നിന്റെ അനിയന് ജേഴ്സിയും ബൂട്ടും വാങ്ങാം. കോർദോബയുടെ കണ്ണുകൾ നന്ദികൊണ്ട് തിളങ്ങി. അവൻ കരയിലെത്തി ഈ സന്തോഷവാർത്ത പങ്കുവയ്ക്കുന്ന നിമിഷം മനസ്സിൽ കണ്ടു. അവർ വള്ളം തിരിച്ചു. കോസ്റ്റ അസൂൾ ലക്ഷ്യമാക്കി നീങ്ങുമ്പോൾ കടൽ അപ്പോഴും ശാന്തമായിരുന്നു. ആ യാത്രയിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളായിരുന്നു അത്. എന്നാൽ ആ ശാന്തതയ്ക്ക് പിന്നിൽ ഒരു വലിയ കൊടുങ്കാറ്റ് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. പസഫിക് അതിന്റെ രൗദ്രഭാവം പുറത്തെടുക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു.
അൽവാരംഗയുടെ അനുഭവസമ്പന്നമായ കണ്ണുകൾ ആകാശത്തിലെ മാറ്റങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങി. കാറ്റിന്റെ ദിശയിൽ ഒരു നേരിയ മാറ്റം. ദൂരെ വടക്കേ ചക്രവാളത്തിൽ നക്ഷത്രങ്ങളെ മറച്ചുകൊണ്ട് ഒരു കറുത്ത മഷിക്കറ പോലെ എന്തോ ഒന്ന് പടരുന്നു. അദ്ദേഹത്തിന്റെ ഉള്ളിൽ റെയ് പെരസിന്റെ വാക്കുകൾ ഒരു ഇടിമുഴക്കം പോലെ മുഴങ്ങി. അദ്ദേഹം എഞ്ചിന്റെ വേഗത കൂട്ടി. എന്നാൽ അപ്പോഴേക്കും വൈകിയിരുന്നു. ആ കറുത്ത നിഴൽ അതിവേഗത്തിൽ അവരെ നോക്കി പാഞ്ഞുവന്നു. അതൊരു മേഘമായിരുന്നില്ല. അവരെ വിഴുങ്ങാനായി വാവിളർന്നു വരുന്ന ഒരു രാക്ഷസനായിരുന്നു. കാറ്റിന്റെ നേർത്ത സംഗീതം ഒരു ഭീകരമായ മുരൾച്ചയായി മാറി. ശാന്തമായിരുന്ന കടൽ പ്രക്ഷുബ്ധമാകാൻ തുടങ്ങി. ചുറ്റും കൂരിരുട്ടു മാത്രം. പിടിച്ചിരുന്നോ കൊർദോബ, അൽവാരംഗ അലറി. കളി ഇനി കാര്യമാകും. ആ വാക്കുകൾ അവസാനിക്കുന്നതിനു മുൻപ് ആദ്യത്തെ കൂറ്റൻ തിരമാല അവരുടെ വള്ളത്തെ ഒരു കളിപ്പാട്ടം പോലെ എടുത്തെറിഞ്ഞു. അതൊരു തുടക്കം മാത്രമായിരുന്നു. 438 ദിവസങ്ങൾ നീണ്ടുനിൽക്കാൻ പോകുന്ന ഒരു നരകയാതനയുടെ തുടക്കം. ആദ്യത്തെ തിരയുടെ പ്രഹരം ഒരു താക്കീത് മാത്രമായിരുന്നു. വരാനിരിക്കുന്ന സംഹാരതാണ്ഡവത്തിന്റെ ഒരു ചെറിയ നാന്തി. ആ കൂറ്റൻ തിരയിൽ അവരുടെ കൊച്ചുവള്ളം ആകാശത്തിലേക്കുയർത്തപ്പെടുകയും അടുത്ത നിമിഷം പാതാളത്തിലേക്ക് പതിക്കുകയും ചെയ്തു. വള്ളത്തിനുള്ളിൽ അടുക്കിവെച്ചിരുന്ന മത്സ്യങ്ങളും ഉപകരണങ്ങളും ഒരു സ്ഫോടനത്തിലെന്ന പോലെ ചിതറിത്തെറിച്ചു. ഭയം കൊണ്ട് മരവിച്ചുപോയ കോർഡോബ വള്ളത്തിന്റെ ഒരു വശത്ത് ജീവനു വേണ്ടി അള്ളിപ്പിടിച്ചിരുന്നു. അവന്റെ തൊണ്ടയിൽ നിന്ന് ഒരു നേർത്ത ഞരക്കം പോലും പുറത്തുവന്നില്ല. ഹോസെ സാൽവഡോർ അൽവാരംഗ തന്റെ സർവ്വശക്തിയും എടുത്ത് സ്റ്റീറിംഗ് വീലിൽ പിടിച്ചു. തിരമാലകൾക്ക് നേരെ വള്ളത്തിന്റെ മുഖം തിരിച്ചു നിർത്താൻ ഒരു വീരപരിശ്രമം നടത്തി. കൊടുങ്കാറ്റിൽ ഒരു വള്ളത്തെ നിയന്ത്രിക്കാനുള്ള ബാലപാഠം അതാണ്. തിരകൾക്ക് വശം കൊടുത്താൽ വള്ളം ഒരു കടലാസു തോണി പോലെ മറിയാൻ നിമിഷങ്ങൾ മതി. എന്നാൽ ഇത് സാധാരണ ഒരു കൊടുങ്കാറ്റായിരുന്നില്ല. മുക്കുവന്മാർ ഭീതിയോടെ എൽ നോർത്തെ എന്ന് വിളിക്കുന്ന വടക്കുനിന്നും ശീതക്കാറ്റുമായി ആഞ്ഞടിക്കുന്ന ഭീകരനായിരുന്നു അത്. അതിന്റെ ശക്തി പ്രവചനാതീതമായിരുന്നു. നിമിഷങ്ങൾക്കകം ആകാശം ഒരു കറുത്ത കമ്പിളിപ്പുതപ്പ് കൊണ്ട് മൂടിയതുപോലെയായി. മഴ ഒരു ഭിത്തി പോലെ താഴേക്ക് പതിക്കാൻ തുടങ്ങി. മഴത്തുള്ളികൾക്ക് ഒരു സൂചിമുനയുടെ മൂർച്ചയുണ്ടായിരുന്നു. കാറ്റ് പരിക്കേറ്റ ഒരു മൃഗത്തെപ്പോലെ അലറി വിളിച്ചു. ആ ശബ്ദത്തിന്റെ ഭീകരതയിൽ മറ്റെല്ലാ ശബ്ദങ്ങളും മുങ്ങിപ്പോയി. പിന്നാലെ വന്ന തിരമാലകൾക്ക് ചലിക്കുന്ന പർവ്വതങ്ങളുടെ രൂപമായിരുന്നു. ഓരോ തവണയും തിരയുടെ ഉച്ചിയിലേക്ക് വള്ളം കയറുമ്പോൾ അവർ ഭൂമിയിൽ നിന്ന് വേർപെട്ട് ആകാശത്തേക്ക് പറന്നുയരുകയാണെന്ന് തോന്നി. പിന്നെ ആ തിരയുടെ ചെരിവിലൂടെ താഴേക്ക് പതിക്കുമ്പോൾ വയറ്റിൽ നിന്നൊരാളൽ. കടലിന്റെ അഗാധമായ ഗർത്തത്തിലേക്ക് കൂപ്പുകുത്തുകയാണെന്ന് ഭീതി. ഓരോ പ്രഹരത്തിലും ഫൈബർ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച വള്ളം 1000 കഷ്ണങ്ങളായി തകർന്നുപോകുമെന്ന് അൽവാരംഗ ഭയന്നു. ഉപ്പുവെള്ളം ഒരു ചാട്ടവാറുപോലെ അവരുടെ മുഖത്തും ശരീരത്തും ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. കണ്ണുകൾ തുറന്നുപിടിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. ഈ പ്രകൃതിയുടെ സംഹാരതാണ്ഡവത്തിനിടയിലും അൽവാരംഗയുടെ മനസ്സ് ഒരു യന്ത്രം പോലെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അവൻ കൊർദോബയോട് അലറി, മീനെല്ലാം പുറത്തേക്കെറിയൂ, വേഗം! വള്ളത്തിലെ അധികഭാരം മരണത്തെ ക്ഷണിച്ചുവരുത്തുകയായിരുന്നു. 500 കിലോയോളം മത്സ്യം നിറച്ച ഐസ് പെട്ടി വള്ളത്തിന്റെ സ്വാഭാവികമായ തുലനാവസ്ഥയെ തകർക്കുകയും അതിനെ കൂടുതൽ അപകടകരമായി ആടിയുലയ്ക്കുകയും ചെയ്തു. കാറ്റിന്റെ ഇരമ്പരൽ കൊർദോബയ്ക്ക് അത് വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അൽവാരംഗയുടെ മുഖത്തെ ഭാവവും ആംഗ്യങ്ങളും അവന് മനസ്സിലാക്കിക്കൊടുത്തു. ഒരു നിമിഷം പോലും പാഴാക്കാതെ അവർ തങ്ങളുടെ മണിക്കൂറുകളുടെ അധ്വാനത്തിന്റെ ഫലം, ആ യാത്രയുടെ 7 സമ്പാദ്യം ആർത്തലയ്ക്കുന്ന ആ കറുത്ത കടലിലേക്ക് വലിച്ചെറിയാൻ തുടങ്ങി. ഓരോ വലിയ ട്യൂണയും ഓരോ മഹിമഹിയും തിലമാലകളുടെ വായിലേക്ക് അപ്രത്യക്ഷമാകുമ്പോൾ അതവരുടെ സ്വപ്നങ്ങളായിരുന്നു കടലിൽ താഴ്ന്നുപോയിരുന്നത്. പക്ഷേ ജീവനു മുന്നിൽ സ്വപ്നങ്ങൾക്ക് എന്തുവില? ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ അവർ ആ പെട്ടി പൂർണ്ണമായും കാലിയാക്കി. പക്ഷേ അതുകൊണ്ടൊന്നും കൊടുങ്കാറ്റിന്റെ ക്രോധം ശമിച്ചില്ല. ഒരു കൂറ്റൻ തിരയിൽപ്പെട്ട് അവരുടെ വഴികാട്ടിയായിരുന്ന GPS ഉപകരണം കടലിലേക്ക് തെറിച്ചുപോയി. അതോടെ അവർക്ക് ദിശാബോധം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഇപ്പോൾ തങ്ങൾ എവിടെയാണെന്നോ കര ഏത് ദിശയിലാണെന്നോ അറിയാൻ ഒരു മാർഗവുമില്ല. പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള അവസാനത്തെ കണ്ണിയായ റേഡിയോയിൽ വെള്ളം കയറി. അതും നിശ്ശബ്ദമായി. ആ നിമിഷം ആധുനിക ലോകത്ത് നിന്ന് അവർ പൂർണ്ണമായും ഒറ്റപ്പെട്ടുപോയിരുന്നു. ദിവസങ്ങളോ മണിക്കൂറുകളോ അവർക്ക് സമയബോധം നഷ്ടപ്പെട്ടു. രാത്രിയുടെ ഇരുട്ടും പകലിന്റെ നേരിയ വെളിച്ചവും തിരിച്ചറിയാനാവാത്ത വിധം ആകാശം എപ്പോഴും കറുത്തിരുണ്ടിരുന്നു. ഉറക്കമില്ലാത്ത, ഭക്ഷണവും വെള്ളവുമില്ലാത്ത മണിക്കൂറുകൾ. അവരുടെ ശരീരം തളർന്നു,
തണുത്തുവിറച്ചു. വിശപ്പും ദാഹവും ഒരുമിച്ചവരെ ആക്രമിച്ചു. എങ്കിലും അൽവാരംഗയുടെ കൈകൾ സ്റ്റിയറിങ്ങിൽ ഒരു ഉരുക്കുമുഷ്ടി പോലെ മുറുകിയിരുന്നു. അവൻ ഉറങ്ങാതിരിക്കാൻ സ്വയം നിർബന്ധിച്ചു. ഒന്നു കണ്ണടച്ചാൽ ഒരുപക്ഷേ അതൊരവസാനത്തെ ഉറക്കമായേക്കാം എന്ന് അദ്ദേഹത്തിന്റെ ഉള്ളം പറഞ്ഞു. കോർദോബ ഭയം കൊണ്ട് തളർന്നിരുന്നു. അവൻ നിർത്താതെ പ്രാർത്ഥിക്കുകയായിരുന്നു. തന്റെ ദൈവങ്ങളെയും വിശുദ്ധരെയും പേരു ചൊല്ലി വിളിച്ച് അവൻ കേണു. അവന്റെ കണ്ണുകളിൽ മരണഭയം നിഴലിക്കുന്നത് അൽവാരംഗ കണ്ടു. അവനെ ആശ്വസിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. പേടിക്കണ്ട, ഇതുടൻ തീരും. ഞാൻ ഇതിലും വലിയ കൊടുങ്കാറ്റുകളെ അതിജീവിച്ചിട്ടുണ്ട്. അതൊരു കള്ളമായിരുന്നു. ജീവിതത്തിൽ ഇന്നുവരെ ഇങ്ങനെയൊരു ഭീകരമായ കൊടുങ്കാറ്റിനെ അദ്ദേഹം നേരിട്ടിട്ടില്ല. 5-ാം ദിവസം കൊടുങ്കാറ്റ് അതിന്റെ എല്ലാ ശക്തിയുമെടുത്ത് സംഹാരതാണ്ഡവമാടുകയായിരുന്നു. അപ്പോഴാണ് അത് സംഭവിച്ചത്. അതുവരെയുണ്ടായതിലും ഭീമാകാരമായ ഒരു തിര ഒരു 10 വീടിന്റെ അത്ര ഉയരത്തിൽ നിന്ന് അവരുടെ വള്ളത്തിനു മുകളിലേക്ക് ഒരു മല ഇടിഞ്ഞു വീഴുന്നതുപോലെ പതിച്ചു. ആ ആഘാതത്തിൽ വള്ളം തലകീഴായി മറിയുമെന്ന് അൽവാരംഗ ഉറപ്പിച്ചു. പക്ഷേ ഏതോ ഒരു ഭാഗ്യം കൊണ്ട് അത് സംഭവിച്ചില്ല. എന്നാൽ ആ തിരയുടെ ശക്തിയിൽ വള്ളത്തിന്റെ എഞ്ചിൻ ഒരു ദീനമായ ഞരക്കത്തോടെ എന്നേക്കുമായി നിലച്ചു. ആ നിമിഷം കാറ്റിന്റെയും തിരയുടെയും ഭീകരമായ ശബ്ദത്തിനിടയിലും ഒരു ശ്മശാനമൂകത അനുഭവപ്പെട്ടു. എഞ്ചിന്റെ മുരൾച്ച ഇത്രയും നേരം അവരുടെ കൂടെയുണ്ടായിരുന്ന ആ യാന്ത്രികമായ ഹൃദയമിടിപ്പ് ഇല്ലാതായിരിക്കുന്നു. അതോടെ അവരുടെ അവസാനത്തെ പ്രതീക്ഷയും അറ്റുപോയി. ഇനി അവർക്ക് വള്ളത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല. അവർ കേവലം ആ കൊടുങ്കാറ്റിന്റെ കളിപ്പാവകൾ മാത്രമായി മാറി. തിരമാലകൾ ഒരു വലിയ കൈപോലെ അവരെ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എവിടേക്കോ വലിച്ചുകൊണ്ടുപോകാൻ തുടങ്ങി. ഹോസെ സാൽവദോർ അൽവാരംഗ തകർന്ന എഞ്ചിനിൽ നോക്കി നിസ്സഹായനായിരുന്നു. അദ്ദേഹത്തിന്റെ അനുഭവസമ്പത്തോ ധൈര്യമോ കരുത്തോ ഒന്നും ഇനി വിലപ്പോവില്ല. അദ്ദേഹം പ്രകൃതിക്കു മുന്നിൽ പൂർണ്ണമായും കീഴടങ്ങിയിരിക്കുന്നു. അദ്ദേഹം കോർദോബയെ നോക്കി. ആ ചെറുപ്പക്കാരന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒരു പുഴ പോലെ ഒഴുകുന്നുണ്ടായിരുന്നു. നമ്മൾ മരിക്കും. കോർദോബ തേങ്ങി. ജീവിതത്തിൽ ആദ്യമായി അൽവാരംഗയും അത് വിശ്വസിച്ചു. ഇത് അവസാനമാണ്. തന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമയുടെ മുഖം ഒരു മിന്നായം പോലെ അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ കടന്നുപോയി. അവളോട് മനസ്സുകൊണ്ട് മാപ്പു ചോദിച്ച് അദ്ദേഹം കണ്ണുകളടച്ചു. മരണത്തെ സ്വീകരിക്കാൻ തയ്യാറായി. എന്നാൽ മരണം അപ്പോഴും അവരിൽ നിന്നും ഒരുപാടകലെയായിരുന്നു. വിധി അവർക്കായി കരുതിവെച്ചത് പെട്ടെന്നുള്ള ഒരു മരണമായിരുന്നില്ല. മറിച്ച് അതിനേക്കാൾ ഭീകരമായ വേദനയും സഹനവും നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു. കൊടുങ്കാറ്റ് പതിയെ ശാന്തമാകാൻ തുടങ്ങി. 5 ദിവസത്തെ നിരന്തരമായ ക്രോധത്തിനു ശേഷം പ്രകൃതി ശാന്തനാകാൻ തീരുമാനിച്ചു. കാറ്റിന്റെ അലർച്ച ഒരു നേർത്ത തേങ്ങലായി മാറി. തിരമാലകളുടെ ശക്തി കുറഞ്ഞു. ആകാശം പതിയെ തെളിഞ്ഞു. കൊടുങ്കാറ്റ് പൂർണ്ണമായും അവസാനിച്ച ഒരു പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചുയർന്നു. ആ സ്വർണവെളിച്ചത്തിൽ അവർ കണ്ട കാഴ്ച അവരുടെ ഹൃദയത്തെ മരവിപ്പിക്കുന്നതായിരുന്നു. ചുറ്റും കണ്ണെത്താ ദൂരത്തോളം അനന്തമായി പരന്നുകിടക്കുന്ന നീലജലം. കരയുടെ ഒരു നേർത്ത പൊട്ടുപോലും എങ്ങും കാണാനില്ല. ശാന്തമായ കടൽ, തെളിഞ്ഞ ആകാശം. പക്ഷെ ആ സൗന്ദര്യം ഭയാനകമായിരുന്നു. അതൊരു ശൂന്യതയുടെ സൗന്ദര്യമായിരുന്നു. അവർ എവിടെയാണെന്ന് അവർക്കറിയില്ല. എങ്ങോട്ടു പോകണമെന്നും അറിയില്ല. ആ വലിയ ലോകത്ത് അവർ 2 പേർ മാത്രം. ഒരു തകർന്ന വള്ളത്തിൽ ഒരു തുള്ളി വെള്ളമോ ഒരു വറ്റ് ഭക്ഷണമോ ഇല്ലാതെ. അവരുടെ യഥാർത്ഥ നരകയാതന തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. കൊടുങ്കാറ്റിന്റെ ഇരുണ്ട തിരശീല മാറിയപ്പോൾ തെളിഞ്ഞുവന്ന കാഴ്ച ഒരു വഞ്ചനയായിരുന്നു. ശാന്തമായി പുഞ്ചിരിക്കുന്ന കടൽ തലേദിവസത്തെ സംഹാരത്തിന്റെ ഒരു ലാഞ്ചന പോലും പ്രകടിപ്പിക്കാതെ ഒരു കണ്ണാടി പോലെ തിളങ്ങി. ആ സൗന്ദര്യത്തിനു പിന്നിൽ മരണത്തിന്റെ തണുപ്പൊളിഞ്ഞിരിപ്പുണ്ടെന്ന് അൽവാരംഗയ്ക്കും കോർദോബയ്ക്കും അറിയാമായിരുന്നു. അതൊരു ശാന്തതയായിരുന്നില്ല, മറിച്ച് ശബ്ദമില്ലായ്മയുടെ, സാന്നിധ്യമില്ലായ്മയുടെ ഭീകരമായൊരു ശൂന്യതയായിരുന്നു. എഞ്ചിന്റെ ശബ്ദം നിലച്ചതോടെ അവർക്ക് നഷ്ടപ്പെട്ടത് കരയിലേക്കുള്ള വഴി മാത്രമല്ല, ഈ ബെസ്ക്രൈന്യതയിൽ
തങ്ങളോടൊപ്പം മറ്റെന്നോ ഒന്നുണ്ടെന്ന ധൈര്യം കൂടിയായിരുന്നു. ഇപ്പോൾ തിരമാലകൾ വള്ളത്തിന്റെ വശങ്ങളിൽ തട്ടിച്ചിതറുന്ന നേർത്ത ശബ്ദവും അവരുടെ സ്വന്തം ഹൃദയമിടിപ്പുമല്ലാതെ മറ്റൊന്നും കേൾക്കാനില്ല. ആ നിശ്ശബ്ദത അവരുടെ ബോധമണ്ഡലത്തിലേക്കൊരു മൂർച്ചയുള്ള ആയുധം പോലെ തുളച്ചുകയറി. അവർ രണ്ടുപേരും വള്ളത്തിന്റെ രണ്ടറ്റത്തായി തളർന്നിരുന്നു. 5 ദിവസത്തെ നിരന്തരമായ പോരാട്ടം അവരുടെ ശരീരത്തിലെ ഊർജത്തിന്റെ അവസാനത്തെ കണികയും ഊറ്റിയെടുത്തിരുന്നു. ഉപ്പുവെള്ളം അവരുടെ ചർമ്മത്തിൽ ഒരാസിഡ് പോലെ നീറിപ്പുകഞ്ഞു. സൂര്യരശ്മിയിൽ ചുണ്ടുകൾ വരണ്ടുപൊട്ടി രക്തം പൊടിഞ്ഞു. ഉറക്കമില്ലായ്മ കാരണം കണ്ണുകൾ കത്തുന്നതുപോലെ തോന്നി. കൊർദോബ ഒരു മൂലയിൽ ഒരു ഭ്രൂണം പോലെ ചുരുണ്ടുകൂടിയിരിക്കുകയായിരുന്നു. അവന്റെ കണ്ണുകൾ ദൂരെ ശൂന്യതയിലേക്ക് നോക്കിയിരുന്നു, പക്ഷെ അവൻ യഥാർത്ഥത്തിൽ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഭയം അവന്റെ ആത്മാവിനെ മരവിപ്പിച്ചിരുന്നു. എന്നാൽ ഹോസേ സാൽവദോർ അൽവാരംഗയുടെ ഉള്ളിലെ പോരാളി പതിയെ ഉണരുകയായിരുന്നു. നിരാശയുടെ ആഴങ്ങളിലേക്ക് താഴ്ന്നുപോകാൻ സമയമില്ലെന്ന് അദ്ദേഹത്തിന്റെ അനുഭവസമ്പത്ത് മന്ത്രിച്ചു. അദ്ദേഹം മെല്ലെ വേദനിക്കുന്ന ശരീരത്തെ നിർബന്ധിച്ച് എഴുന്നേറ്റു. വള്ളം മുഴുവൻ ഒരു കണക്കെടുപ്പ് നടത്തി. കൊടുങ്കാറ്റവശേഷിപ്പിച്ചുപോയ നഷ്ടങ്ങളുടെ ഭീകരമായ ഒരു പട്ടിക. ഒരു ചൂണ്ടയും അതിൽ കെട്ടിയ നീണ്ട നൂലുമൊഴികെ മീൻ പിടിക്കാനുള്ള ഉപകരണങ്ങളെല്ലാം കടൽ കൊണ്ടുപോയിരുന്നു. അവരുടെ തുച്ഛമായ ഭക്ഷണപ്പൊതി എപ്പോഴോ തിരയിൽപ്പെട്ട് അപ്രത്യക്ഷമായിരുന്നു. കുടിവെള്ളം നിറച്ച പാത്രവും നഷ്ടപ്പെട്ടിരുന്നു. വള്ളത്തിലാകെയുണ്ടായിരുന്നത് കാലിയായ ഒരു ഐസ് പെട്ടിയും അവരുടെ ശരീരത്തിലെ നനഞ്ഞ വസ്ത്രങ്ങളും പിന്നെ അൽവാരംഗയുടെ അരയിൽ എപ്പോഴും തിരുകിവയ്ക്കാറുള്ള ഒരു ചെറിയ കത്തിയുമായിരുന്നു. "നമ്മൾ രക്ഷപ്പെടും." അൽവാരംഗയുടെ ശബ്ദം വരണ്ടതും പരുക്കനുമായിരുന്നു. ആ വാക്കുകൾ കൊർദോബയ്ക്ക് ധൈര്യം നൽകാനായിരുന്നോ അതോ സ്വന്തം ഭയത്തെ മറികടക്കാനായിരുന്നോ എന്ന് അദ്ദേഹത്തിനു തന്നെ ഉറപ്പില്ലായിരുന്നു. തീരത്തുനിന്ന് നമ്മൾ അധികം ദൂരെയാകാൻ വഴിയില്ല. അവർ തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ടാകും. 1-2 ദിവസത്തിനുള്ളിൽ ഒരു വിമാനമോ ബോട്ടോ നമ്മളെ കണ്ടെത്തും. കോർദോബ പ്രതികരിച്ചില്ല. അവൻ നിസ്സംഗനായി തലയാട്ടുക മാത്രം ചെയ്തു. അവന്റെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ ഒരു നേരിയ വെട്ടം പോലുമില്ലായിരുന്നു. ആദ്യത്തെ ദിവസം മുഴുവൻ അവർ കണ്ണുകളിൽ പ്രതീക്ഷ നിറച്ച് ആകാശത്തേക്കും ചക്രവാളത്തിലേക്കും നോക്കിയിരുന്നു. ഒരു വിമാനത്തിന്റെ ഇരമ്പലിനായി കാതോർത്തു. ഒരു കപ്പലിന്റെ പുകക്കുഴൽ ദൂരെ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ എന്ന് പരതി. ഓരോ തവണയും ഒരു കടൽപക്ഷി പറന്നുപോകുമ്പോൾ അതൊരു വിമാനമാണെന്ന് ഒരു നിമിഷത്തേക്ക് അവർ തെറ്റിദ്ധരിച്ചു. സൂര്യൻ തലയ്ക്ക് മുകളിലെത്തിയപ്പോൾ ചൂട് അസഹനീയമായി. തുറന്ന വള്ളത്തിൽ ഒരു തരി തണലുപോലുമില്ല. സൂര്യൻ ഒരു ഭീമാകാരമായ തീഗോളം പോലെ അവരെ പൊള്ളിച്ചു. ഒടുവിൽ ഒരു രക്ഷയുമില്ലാതെ അവർ ആ വലിയ ഐസ് പെട്ടിക്കുള്ളിലേക്ക് നൂഴ്ന്നുകയറി. ശവപ്പെട്ടി എന്ന വിളിപ്പേരുള്ള ആ പെട്ടി ഇപ്പോൾ അവർക്ക് സൂര്യന്റെ ക്രൂരതയിൽ നിന്നുള്ള ഒരു താൽക്കാലിക അഭയകേന്ദ്രമായി മാറി. പക്ഷെ അതിനകത്തെ ഇരുട്ടും ഇടുങ്ങിയ സ്ഥലവും വായുസഞ്ചാരമില്ലായ്മയും ശ്വാസം മുട്ടിക്കുന്നതായിരുന്നു. എന്നാൽ ചൂടിനേക്കാൾ വലിയ ശത്രു ദാഹമായിരുന്നു. അതൊരു ഭീകരസത്വത്തെപ്പോലെ അവരുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ കാർന്നു തിന്നാൻ തുടങ്ങി. തൊണ്ട വരണ്ടുണങ്ങി. ഒരു മുള്ളുപോലെ എന്തോ ഒന്ന് കുടുങ്ങിക്കിടക്കുന്നതായി തോന്നി. അവർ ഉമിനീരിറക്കാൻ ശ്രമിച്ചു. പക്ഷേ വായിലൊരു തുള്ളി ഈർപ്പം പോലുമില്ലായിരുന്നു. ഉപ്പുവെള്ളം നിറഞ്ഞ അനന്തമായ ഈ ജലപ്പരപ്പിന് നടുവിൽ ഒരു തുള്ളി ശുദ്ധജലത്തിനായി അവരുടെ ശരീരം കേണു. തണുത്ത വെള്ളം കുടിക്കുന്നതിനെക്കുറിച്ചും മധുരമുള്ള പഴച്ചാറുകൾ കഴിക്കുന്നതിനെക്കുറിച്ചും അവർ വെറുതെ ഓർത്തു. ആ ഓർമ്മകൾ ദാഹത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്തില്ല. 2-ാം ദിവസം, 3-ാം ദിവസം, ദിവസങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നതിനു പകരം നിശ്ചലമായി നിൽക്കുന്നതുപോലെ തോന്നി. ഓരോ സൂര്യോദയവും ഒരു പുതിയ പ്രതീക്ഷ നൽകി. ഓരോ സൂര്യാസ്തമയവും ആ പ്രതീക്ഷയെ ക്രൂരമായി തള്ളിക്കെടുത്തി. അവരുടെ സംഭാഷണങ്ങൾ നേർത്തുനേർത്ത് ഇല്ലാതായി. വിശപ്പും ദാഹവും അവരുടെ ശബ്ദത്തെ കവർന്നെടുത്തു. കൊർദോബ കൂടുതൽ സമയവും പ്രാർത്ഥനയിലായിരുന്നു. അവൻ അമ്മയെയും സഹോദരങ്ങളെയും ഓർത്ത് നിശബ്ദമായി കരഞ്ഞു. അവന്റെ മാനസിക നില തകരാൻ തുടങ്ങിയിരുന്നു. ചിലപ്പോൾ അവൻ ആരോടോ സംസാരിക്കുന്നതുപോലെ പുലമ്പാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ 4-ാമത്തെ ദിവസം അവർ അത് കണ്ടു. ദൂരെ ചക്രവാളത്തിൽ ഒരു ചെറിയ പൊട്ട്. പക്ഷേ ഇത്തവണ അതൊരു പക്ഷിയായിരുന്നില്ല. അതൊരു തോന്നലായിരുന്നില്ല. അത് പതിയെ വലുതായി വരുന്നുണ്ടായിരുന്നു. അതൊരു കപ്പലാണ്,
ഒരു വലിയ ചരക്ക് കപ്പൽ. ആ കാഴ്ച അവരിലൊരു മിന്നൽ പിണർ പോലെ പുതിയ ഊർജ്ജം നിറച്ചു. ക്ഷീണിച്ചവശരായ അവർ തങ്ങളുടെ സർവ്വശക്തിയുമെടുത്ത് എഴുന്നേറ്റു നിന്നു. കപ്പൽ, കപ്പൽ! കൊർദോബയുടെ ശബ്ദം വർഷങ്ങൾക്ക് ശേഷം സംസാരിക്കുന്നതുപോലെ ഇടറിയിരുന്നു. അവന്റെ കണ്ണുകളിൽ ഭ്രാന്തമായൊരു തിളക്കമുണ്ടായിരുന്നു. അവർ തങ്ങളുടെ ഷർട്ടുകൾ ഊരി വായുവിലിട്ട് വീശാൻ തുടങ്ങി. അവർ തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ അലറി വിളിച്ചു. ആ ശബ്ദം പക്ഷേ ആ വലിയ സമുദ്രത്തിൽ ഒരു കൊതുകിന്റെ മൂളൽ പോലെ നിസ്സാരമായി മാറി. കപ്പൽ പതിയെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അവർക്കതിന്റെ കൂറ്റൻ രൂപം വ്യക്തമായി കാണാമായിരുന്നു. ഡെക്കിൽ ആളനക്കമുണ്ടോ എന്ന് അവർ കണ്ണുകൾ കൂർപ്പിച്ചു നോക്കി. ദൈവമേ, അവർ നമ്മളെ കാണണമേ! അൽവാരങ്ക ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചു. അവരുടെ ജീവിതവും മരണവും തമ്മിലുള്ള ദൂരം ആ കപ്പലിലെ ആരുടെയെങ്കിലും ഒരാളുടെ നോട്ടത്തിൽ ഒതുങ്ങിയിരുന്നു. കപ്പൽ പക്ഷേ അതിന്റെ യാന്ത്രികമായ ഗതിയിൽ ഒരു മാറ്റവും വരുത്തിയില്ല. ആ കൂറ്റൻ യന്ത്രത്തിന് കണ്ണുകളോ കാതുകളോ ഉണ്ടായിരുന്നില്ല. അതവരെ ശ്രദ്ധിക്കാതെ ഒരു വലിയ മല പോലെ അവരെ കടന്നുപോകാൻ തുടങ്ങി. ഇല്ല, ഇല്ല എന്ന് കൊർദോബ ഒരു മുറിവേറ്റ മൃഗത്തെപ്പോലെ അലറി. അവൻ വള്ളത്തിന്റെ വശത്ത് ശക്തിയായി ഇടിച്ചു. ദയവായി ഞങ്ങളെ നോക്കൂ, ഞങ്ങളിവിടെയുണ്ട്. അൽവാരങ്ക നിസ്സഹായനായി ആ കാഴ്ച നോക്കി നിന്നു. അദ്ദേഹത്തിന്റെ തൊണ്ട വരണ്ടുപോയിരുന്നു. ശബ്ദം പുറത്തേക്ക് വരുന്നില്ലായിരുന്നു. അദ്ദേഹം കൈകൾ വീശിക്കൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന്റെ അവസാനത്തെ പ്രതീക്ഷയും ആ കപ്പലിനൊപ്പം അകന്നുപോവുകയായിരുന്നു. ഏകദേശം അരമണിക്കൂറിനുള്ളിൽ ആ കപ്പൽ വീണ്ടും ഒരു ചെറിയ പൊട്ടായി മാറി. ചക്രവാളത്തിന്റെ അനന്തതയിൽ അലിഞ്ഞില്ലാതായി. അവരുടെ ലോകം വീണ്ടും ശൂന്യമായി. പക്ഷെ ഇത്തവണ ആ ശൂന്യതയ്ക്ക് ഭാരം കൂടുതലായിരുന്നു. പ്രതീക്ഷയുടെ ഒരു കിരണം കണ്ടതിനുശേഷം വീണ്ടും കൂരിരുട്ടിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോഴുള്ള വേദന ഭയാനകമായിരുന്നു. കൊർദോബ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വള്ളത്തിലേക്ക് തളർന്നു വീണു. അവന്റെ പിടിച്ചു നിൽക്കാനുള്ള അവസാനത്തെ ശേഷിയും നഷ്ടപ്പെട്ടിരുന്നു. അൽവാരങ്ക ഒന്നും മിണ്ടാതെ ചക്രവാളത്തിലേക്ക് നോക്കി നിന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ കവിളിലൂടെ ഒലിച്ചിറങ്ങി ഉപ്പുകാറ്റിൽ അപ്രത്യക്ഷമായി. അന്ന് രാത്രി ആകാശത്ത് കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഒരു വിവാഹപന്തലിലെന്ന പോലെ തിളങ്ങി നിന്നു. പക്ഷേ അവർക്കാ നക്ഷത്രങ്ങൾ തങ്ങളെ നോക്കി പരിഹസിക്കുന്നതുപോലെ തോന്നി. ഈ പ്രപഞ്ചത്തിൽ ആരും കാണാതെ ആരും കേൾക്കാതെ മരിച്ചുപോകാൻ വിധിക്കപ്പെട്ട രണ്ട് നിസ്സാര ജീവികൾ. അതിനപ്പുറം തങ്ങൾ ഒന്നുമല്ലെന്ന കൈപ്പേറിയ സത്യം അവർ തിരിച്ചറിയുകയായിരുന്നു. തങ്ങളെ ആരും രക്ഷിക്കാൻ വരാനില്ല. ഇനി ജീവിക്കണമെങ്കിൽ ഈ നീല മരുഭൂമിയിൽ നിന്നും അതിജീവനത്തിനുള്ള വഴി സ്വയം കണ്ടെത്തണം. ഭക്ഷണമോ വെള്ളമോ അല്ലെങ്കിൽ മരണം. ആ ചിന്ത അവരുടെ ഉള്ളിൽ ഒരു പുതിയ തരം ഭയത്തെയും ഒപ്പം അതിജീവനത്തിനായുള്ള ഒരു നേർത്ത ആഗ്രഹത്തെയും ഒരുമിച്ച് ജ്വലിപ്പിച്ചു. അതൊരു തുടക്കമായിരുന്നു. മനുഷ്യൻ എന്ന പരിഷ്കൃത ജീവിയിൽ നിന്ന് നിലനിൽപ്പിനുവേണ്ടി മാത്രം പോരാടുന്ന ഒരു പ്രവർത്തമ ജീവിയായി മാറുന്നതിന്റെ തുടക്കം. ആ ചരക്ക് കപ്പൽ ഒരു മിഥ്യയായി മാഞ്ഞുപോയതോടെ കൊർദോബയെ ഉള്ളിലെ ജീവിക്കാനുള്ള അവസാനത്തെ ആഗ്രഹവും അണഞ്ഞുപോയിരുന്നു. അവൻ ഒരു ജീവനുള്ള ശവം പോലെയായി. വള്ളത്തിന്റെ ഒരു മൂലയിൽ പുറംലോകവുമായി ഒരു ബന്ധവുമില്ലാതെ അവൻ തന്റെ ഓർമ്മകളുടെ തടവറയിൽ സ്വയം ബന്ധിച്ചു. അവന്റെ കണ്ണുകൾ തുറന്നിരുന്നു, പക്ഷെ അവയൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. അവന്റെ കാതുകൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല. വിശപ്പും ദാഹവും അവന്റെ ശരീരത്തെ കാർന്നു തിന്നുമ്പോഴും അതിനോട് പ്രതികരിക്കാൻ പോലും അവൻ തയ്യാറായിരുന്നില്ല. മരണമെന്ന യാഥാർത്ഥ്യത്തെ അവൻ പൂർണ്ണമായും ആശ്ലേഷിച്ചതുപോലെ തോന്നി. എന്നാൽ ഹോസെ സാൽവദോർ അൽവാരങ്കയുടെ ഉള്ളിൽ ഒരു രൂപാന്തരം സംഭവിക്കുകയായിരുന്നു. നിരാശയുടെ ഏറ്റവും ആഴമുള്ള ഗർത്തത്തിൽ വെച്ച് മനുഷ്യന്റെ ഉള്ളിലെ ഏറ്റവും പെർവപുത്രമായൊരു ചോദന ഉണർന്നെണീറ്റു. അതിജീവനം. ചിറിലോ എന്ന ആഘോഷപ്രിയനായ കരയിലെ മനുഷ്യൻ മരിക്കുകയും പകരം കടലിന്റെ നിയമങ്ങൾ മാത്രം അറിയാവുന്ന ദയയില്ലാത്ത ഒരു വേട്ടക്കാരൻ ജനിക്കുകയും ചെയ്യുകയായിരുന്നു. തങ്ങളെ ആരും രക്ഷിക്കാൻ വരില്ലെങ്കിൽ സ്വയം രക്ഷപ്പെടുക. മരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. തന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമയുടെ മുഖം ഇരുട്ടിൽ തെളിയുന്ന ഒരു വിളക്കുമാടം പോലെ അദ്ദേഹത്തിന്റെ മനസ്സിൽ പ്രകാശിച്ചു. അവൾക്കുവേണ്ടി താൻ അനുഭവിച്ച ഈ നരകയാതനകൾ ലോകത്തോടു പറയാനെങ്കിലും അദ്ദേഹം ജീവിച്ചേ മതിയാകൂ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ലക്ഷ്യം വെള്ളം കണ്ടെത്തുക എന്നതായിരുന്നു. ദിവസങ്ങളായി ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാത്തതിനാൽ ശരീരം നിർജ്ജലീകരണത്തിന്റെ വക്കിലായിരുന്നു. നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പിടിക്കുന്നതുപോലെ തോന്നി. തല പെരുക്കുന്ന വേദന. അദ്ദേഹം ആകാശത്തേക്ക് നോക്കി. ഒരു കറുത്ത മേഘത്തിന്റെ തുണ്ടിനുവേണ്ടി അദ്ദേഹം ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചു. പക്ഷേ ആകാശം ഒരു തുള്ളി മേഘം പോലുമില്ലാതെ നിർദ്ദയമായി നീലിച്ചു തന്നെ നിന്നു.
പിന്നെയാണ് അദ്ദേഹം അതിനെ ശ്രദ്ധിച്ചത്. കൊടുങ്കാറ്റിനു ശേഷം അവരുടെ കൊച്ചുവള്ളം ഒരു പുതിയ ആവാസവ്യവസ്ഥയുടെ കേന്ദ്രമായി മാറിയിരുന്നു. കടലിന്റെ നടുവിൽ ഒഴുകി നടക്കുന്ന ആ ചെറിയ ഫൈബർ വള്ളം പലതരം ചെറുജീവികൾക്ക് ഒരഭയകേന്ദ്രമായി മാറിയിരുന്നു. വള്ളത്തിന്റെ നിഴലിൽ സൂര്യന്റെ കൊടും ചൂടിൽ നിന്ന് രക്ഷ നേടാനായി ചെറിയ മീനുകൾ കൂട്ടം കൂടി നിന്നു. വള്ളത്തിന്റെ അടിഭാഗത്ത് പച്ച നിറത്തിലുള്ള പായലുകൾ പറ്റിപ്പിടിച്ചു തുടങ്ങിയിരുന്നു. അത് ഭക്ഷിക്കാനായി അതിലും ചെറിയ മീനുകൾ എത്തി. ഈ കാഴ്ച അൽവാരംഗയുടെ വേട്ടക്കാരന്റെ തലച്ചോറിൽ ഒരു പുതിയ ആശയം ജനിപ്പിച്ചു. അദ്ദേഹം തന്റെ അരയിൽ തിരികിയിരുന്ന് ചെറിയ കത്തിയെടുത്തു. വള്ളത്തിൽ അവശേഷിച്ചിരുന്ന ഏക ചൂണ്ടക്കമ്പിയിൽ ആ കത്തിയുടെ മൂർച്ച കൂട്ടി. എന്നിട്ട് ക്ഷീണിച്ച അവശനായ ശരീരത്തെ നിർബന്ധിച്ച് അദ്ദേഹം വള്ളത്തിന്റെ വശത്തേക്ക് നീങ്ങിക്കിടന്നു. തന്റെ നിഴൽ വെള്ളത്തിൽ വീണ് മീനുകൾ ഭയന്നു പോകാതിരിക്കാൻ അദ്ദേഹം അതീവ ശ്രദ്ധ പുലർത്തി. ഒരു ശില പോലെ മണിക്കൂറുകളോളം അദ്ദേഹം നിശ്ചലനായി കാത്തിരുന്നു. അദ്ദേഹത്തിന്റെ ക്ഷമ ഫലം കണ്ടു. ഒരു ചെറിയ മീൻകൂട്ടം വള്ളത്തിനടുത്തേക്ക് ധൈര്യപൂർവ്വം വന്നു. ഒരു മിന്നൽ പിണറിന്റെ വേഗതയിൽ അദ്ദേഹം കൈകൾ വെള്ളത്തിലേക്ക് താഴ്ത്തി. ആദ്യത്തെ കുറെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു. പക്ഷേ വിശപ്പ് അദ്ദേഹത്തിന് അമാനുഷികമായൊരു ശ്രദ്ധ നൽകി. ഒടുവിൽ അദ്ദേഹത്തിന്റെ കൈകൾക്കുള്ളിൽ ഒരു ചെറിയ വെള്ളിമീൻ പിടഞ്ഞു. ആ നിമിഷം അതൊരു വിജയമായിരുന്നു. ആഴ്ചകൾക്ക് ശേഷമുള്ള ആദ്യത്തെ ഭക്ഷണം. അദ്ദേഹം ആ പച്ചമീനിനെ ആർത്തിയോടെ കടിച്ചു തിന്നു. അതിന്റെ മാംസലമായ ശരീരത്തിൽ നിന്നും ഇറ്റുവീണ രക്തത്തുള്ളികൾക്ക് അമൃതിന്റെ രുചിയായിരുന്നു. അതിൽ നിന്നും കിട്ടിയ നേരിയ ജലാംശം അദ്ദേഹത്തിന്റെ വരണ്ടുണങ്ങിയ തൊണ്ടയെ നനച്ചു. അദ്ദേഹം അതിലൊരു കഷ്ണം കൊർദോബയ്ക്ക് നേരെ നീട്ടി. കഴിക്കൂ കൊർദോബ, ഇത് നമ്മളെ ജീവിപ്പിക്കും. കൊർദോബ അറപ്പോടെ മുഖം തിരിച്ചു. എനിക്കിത് വേണ്ട, എനിക്ക് ചത്താ മതി. അൽവാരംഗ നിർബന്ധിച്ചില്ല. അദ്ദേഹം ആ മീൻ മുഴുവൻ ഒറ്റയ്ക്ക് കഴിച്ചു. അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് ഒരു പുതിയ ഊർജം പ്രവഹിക്കുന്നതുപോലെ തോന്നി. അദ്ദേഹം വീണ്ടും വേട്ട തുടർന്നു. മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹം കുറച്ചധികം ചെറിയ മീനുകളെ പിടിച്ചു. ഇതൊരു തുടക്കം മാത്രമായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത ഇരകൾ ആകാശത്ത് നിന്നാണ് വന്നത്. ചിലപ്പോൾ ദീർഘനേരം പറന്ന് ക്ഷീണിച്ച കടൽപക്ഷികൾ വിശ്രമിക്കാനായി അവരുടെ വള്ളത്തിൽ വന്നിരിക്കും. തുടക്കത്തിൽ അവയുടെ സാന്നിധ്യം അദ്ദേഹത്തിനൊരാശ്വാസമായിരുന്നു. ഈ അനന്തമായ ശൂന്യതയിൽ തങ്ങൾ മാത്രമല്ലെന്ന ഒരു തോന്നൽ. പക്ഷേ വിശപ്പ് ആ ചിന്തയെ മാറ്റിമറിച്ചു. ഒരു ദിവസം ഒരു വലിയ കടൽപക്ഷി വള്ളത്തിൽ വന്നിരുന്നപ്പോൾ അൽവാരംഗ ഒരു പൂച്ചയെപ്പോലെ പതുങ്ങിച്ചെന്ന് അതിനെ ഒറ്റച്ചാട്ടത്തിന് പിടികൂടി. അതൊരു ഘോരമായ പോരാട്ടം തന്നെയായിരുന്നു. ആ പക്ഷി അതിന്റെ കൂർത്ത കൊക്കുകൊണ്ടും മൂർച്ചയുള്ള നഖങ്ങൾ കൊണ്ടും അദ്ദേഹത്തെ ആക്രമിച്ചു. അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്നും രക്തം പൊടിഞ്ഞു. പക്ഷേ അൽവാരംഗ വിട്ടുകൊടുത്തില്ല. ജീവൻ മരണ പോരാട്ടത്തിൽ ഒടുവിൽ അദ്ദേഹം അതിന്റെ കഴുത്ത് ഞെരിച്ചു. അദ്ദേഹം അതിന്റെ തൂവലുകൾ പറിച്ചെടുത്തു. അതിന്റെ പച്ചമാംസം ആർത്തിയോടെ ഭക്ഷിച്ചു. പക്ഷിയുടെ മാംസത്തിന് മീനിനേക്കാൾ സ്വാദുണ്ടായിരുന്നു. അതിലുപരി അതിന്റെ ഉള്ളിലെ ചെറിയ എല്ലുകളും ആന്തരികാവയവങ്ങളും അദ്ദേഹം വെറുതെ വിട്ടില്ല. അതിൽ നിന്നും അദ്ദേഹത്തിനാവശ്യമായ പോഷകങ്ങൾ ലഭിച്ചു. അങ്ങനെ മീനുകളും പക്ഷികളും അദ്ദേഹത്തിന്റെ പ്രധാന ഭക്ഷണമായി. ദാഹത്തിന് പക്ഷേ ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഒരു ദിവസം വൈകുന്നേരം ആകാശം ഇരുണ്ടു, ഇടിമുഴങ്ങി, മഴ. ആദ്യത്തെ മഴത്തുള്ളി അദ്ദേഹത്തിന്റെ വരണ്ട ചർമ്മത്തിൽ വീണപ്പോൾ അതൊരു ദൈവികമായ അനുഗ്രഹമായി അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം വായ തുറന്ന് ആകാശത്തേക്ക് നോക്കി നിന്നു. കൊർദോബയെ മാസങ്ങൾക്കു ശേഷം ആദ്യമായി ഒന്നുണർന്നു. അവർ തങ്ങളുടെ കൈയിൽ കിട്ടിയ ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പികളിലും മറ്റു പാത്രങ്ങളിലും ആ മഴവെള്ളം ശേഖരിച്ചു. അവർ ആർത്തിയോടെ ആ വെള്ളം കുടിച്ചു. ദിവസങ്ങൾക്കുശേഷം ശുദ്ധജലം അവരുടെ ശരീരത്തിലെത്തിയപ്പോൾ അതൊരു പുനർജന്മം പോലെയായിരുന്നു. ആമകളായിരുന്നു അവരുടെ മറ്റൊരു പ്രധാന അതിജീവനമാർഗം. വള്ളത്തിനടുത്തുകൂടി നീന്തിപ്പോകുന്ന ചെറിയ ആമകളെ അൽവാരംഗ അതിവിദഗ്ധമായി പിടികൂടി. ആമയിറച്ചി നല്ലൊരു ഭക്ഷണമായിരുന്നു. പക്ഷേ അതിനേക്കാൾ വിലപ്പെട്ടത് ആമയുടെ രക്തമായിരുന്നു. മഴയില്ലാത്ത ദിവസങ്ങളിൽ ദാഹം സഹിക്കവയ്യാതാകുമ്പോൾ അൽവാരംഗ ഒരു ആമയെ പിടിച്ച് അതിന്റെ കഴുത്തറുത്ത് ആ രക്തം ഒരു കപ്പിൽ ശേഖരിക്കും. ചൂടുള്ള ഉപ്പുരസമുള്ള ആ രക്തം കുടിക്കാൻ പ്രയാസമായിരുന്നു. പക്ഷേ അതിലെ ജലാംശവും പോഷകങ്ങളും അവരെ ജീവനോടെ നിലനിർത്തി. ഹോസേ സാൽവദോർ അൽവാരംഗ ഈ പുതിയ ജീവിതവുമായി പൂർണ്ണമായും പൊരുത്തപ്പെടാൻ തുടങ്ങി. അദ്ദേഹം കടലിന്റെ താളം പഠിച്ചു. എപ്പോഴാണ് മീനുകൾ വള്ളത്തിനടുത്തേറ്റു വരുന്നതെന്നും
എപ്പോഴാണ് പക്ഷികൾ വിശ്രമിക്കാൻ വരുന്നതെന്നും എപ്പോഴാണ് ആമകൾ പ്രത്യക്ഷപ്പെടുന്നതെന്നും അദ്ദേഹത്തിനൊരു ധാരണയായി. അദ്ദേഹം തന്റെ ശരീരം ഒരു വേട്ടയാടാനുള്ള ഉപകരണമാക്കി മാറ്റി. എന്നാൽ കൊർദോബയ്ക്ക് അതിനൊന്നിനും കഴിഞ്ഞില്ല. അവൻ പച്ച മാംസം കഴിക്കാൻ വിസമ്മതിച്ചു. ആമയുടെ രക്തം കാണുമ്പോൾ തന്നെ അവന് ഓക്കാനും വരുമായിരുന്നു. ഇത് പാപമാണ്, അവൻ പറയുമായിരുന്നു. മനുഷ്യർ മൃഗങ്ങളെപ്പോലെ ജീവിക്കേണ്ടവരല്ല. ദൈവം നമ്മളെ ശിക്ഷിക്കുകയാണ്. അവന്റെ മനസ്സ് പൂർണ്ണമായും തകർന്നിരുന്നു. അവൻ ഭക്ഷണം നിരസിച്ചതോടെ അവന്റെ ശരീരം അതിവേഗം ക്ഷയിക്കാൻ തുടങ്ങി. അൽവാരംഗിയുടെ കൺമുന്നിൽ ആ ചെറുപ്പക്കാരൻ പതിയെ പതിയെ മരണത്തിലേക്ക് നടന്നെടുക്കുകയായിരുന്നു. ആ 7 മീറ്റർ ഫൈബർ വള്ളം പസഫിക് സമുദ്രത്തിന്റെ അനന്തതയിലൂടെ ഒഴുകി നീങ്ങുമ്പോൾ അതൊരു ലോകം തന്നെയായിരുന്നു. ഒരേ യാഥാർത്ഥ്യത്തിൽ, ഒരേ സാഹചര്യത്തിൽ, എന്നാൽ 2 വ്യത്യസ്ത ലോകങ്ങളിൽ ജീവിക്കുന്ന 2 മനുഷ്യരുടെ ലോകം. ഹോസെ സാൽവദോർ അൽവാരംഗയുടെ ലോകം അതിജീവനത്തിന്റെ ക്രൂരമായ നിയമങ്ങളാൽ നിർമ്മിതമായിരുന്നു. എന്നാൽ എസേക്കിയേൽ കൊർദോബയുടെ ലോകം ഓർമ്മകളുടെയും നിരാശയുടെയും ഒരു തടവറയായിരുന്നു. അൽവാരംഗയുടെ ലോകം ഒരേ സമയം ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഭൗതിക ലോകം ആ കൊച്ചു വള്ളത്തിന്റെ പരിമിതികളിലേക്ക് ചുരുങ്ങി. എന്നാൽ അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങളുടെ ലോകം അവിശ്വസനീയമാം വിധം വികസിച്ചു. സൂര്യന്റെ സ്ഥാനവും നക്ഷത്രങ്ങളുടെ ഗതിയും നോക്കി സമയം നിർണയിക്കാൻ അദ്ദേഹത്തിന് പതിച്ചു. കാറ്റിന്റെ ഗന്ധം കൊണ്ട് മഴയുടെ വരവ് പ്രവചിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. വള്ളത്തിനടിയിലൂടെ നീങ്ങുന്ന മത്സ്യക്കൂട്ടത്തിന്റെ നേർത്ത ചലനങ്ങൾ പോലും അദ്ദേഹത്തിന് തൊട്ടറിയാമായിരുന്നു. അദ്ദേഹം ഒരു മനുഷ്യൻ എന്നതിലുപരി ആ സമുദ്രത്തിലെ ആവാസവ്യവസ്ഥയുടെ ഒരു ഭാഗമായി മാറി. അദ്ദേഹത്തിന്റെ ദിനചര്യകൾ കൃത്യവും ലളിതവുമായിരുന്നു. സൂര്യോദയത്തിൽ ഉണരുക, ചക്രവാളത്തിലേക്ക് നോക്കുക, അതൊരു ശീലം മാത്രമായിരുന്നു, പ്രതീക്ഷയല്ല. പിന്നീട് മണിക്കൂറുകളോളം നീളുന്ന കാത്തിരിപ്പാണ്, ഒരു മീനിനുവേണ്ടി, ഒരു പക്ഷിക്കുവേണ്ടി, അല്ലെങ്കിൽ ഒരു ആമയ്ക്കുവേണ്ടി. വേട്ടയാടൽ ഒരു ജോലിയായിരുന്നില്ല, നിലനിൽപ്പിനായുള്ളൊരു പ്രാർത്ഥനയായിരുന്നു. കിട്ടിയ ഇരയെ അദ്ദേഹം കൊർദോബയ്ക്ക് നേരെ നീട്ടും. മിക്കപ്പോഴും ആ ചെറുപ്പക്കാരൻ നിസ്സംഗതയോടെ മുഖം തിരിക്കും. അപ്പോൾ അൽവാരംഗ അതൊറ്റയ്ക്ക് ഭക്ഷിക്കും. ഓരോ കഷ്ണം പച്ചമാംസം കഴിക്കുമ്പോഴും ഓരോ തവണ ആമയുടെ രക്തം കുടിക്കുമ്പോഴും അദ്ദേഹം മനസ്സിൽ പറയും, ഇത് നിനക്കുവേണ്ടിയാണ് മോളെ. മകൾ ഫാത്തിമയുടെ ഓർമ്മ ഈ നരകയാതനയിൽ പിടിച്ചു നിൽക്കാനുള്ള അദ്ദേഹത്തിന്റെ ഏക ഇന്ധനമായിരുന്നു. രാത്രികളിൽ തണുപ്പിൽ നിന്നും രക്ഷനേടാൻ അദ്ദേഹം ഐസ് പെട്ടിക്കുള്ളിൽ ചുരുണ്ടുകൂടി. ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കി അദ്ദേഹം തന്റെ കുടുംബത്തെക്കുറിച്ചോർത്തു. എന്നാൽ ആ ഓർമ്മകൾക്ക് ഇപ്പോൾ വേദനയുടെ കനം കൂടിയിരുന്നു. അവരുമായി തനിക്കിനി ഒരു ബന്ധവുമില്ലാത്തതുപോലെ താൻ മറ്റൊരു ലോകത്തിലെ ജീവിയാണെന്ന് അദ്ദേഹത്തിന് തോന്നി. എന്നാൽ അതേ വള്ളത്തിന്റെ മറ്റേ അറ്റത്ത് കൊർദോബയുടെ ലോകം ഓരോ നിമിഷവും ഇല്ലാതായിക്കൊണ്ടിരുന്നു. അവന്റെ ശരീരം ശോഷിച്ച് എല്ലുകൾ തെളിഞ്ഞു കാണാമായിരുന്നു. അവൻ കൂടുതൽ സമയവും കണ്ണുകൾ അടച്ചു കിടന്നു. പക്ഷേ അവൻ ഉറങ്ങുകയായിരുന്നില്ല. അവൻ തന്റെ ഭൂതകാലത്തിൽ ജീവിക്കുകയായിരുന്നു. അവന്റെ ഓർമ്മകളിൽ കോസ്റ്റ അസൂളിലെ വീടുകളും അമ്മ ഉണ്ടാക്കുന്ന ചൂടുള്ള ടോർട്ടിലയുടെ മണവുമുണ്ടായിരുന്നു. കിണറ്റിൽ നിന്ന് കോരുന്ന തണുത്ത വെള്ളത്തിന്റെ രുചിയുണ്ടായിരുന്നു. കൂട്ടുകാരുമൊത്ത് ഫുട്ബോൾ കളിച്ച പൊടി പറക്കുന്ന വൈകുന്നേരങ്ങളുണ്ടായിരുന്നു. ഈ ഓർമ്മകൾ അവനൊരു ആശ്വാസമായിരുന്നില്ല, മറിച്ച് ഒരു വേദനയായിരുന്നു. തനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടുപോയ ആ ലളിതമായ സന്തോഷങ്ങളെക്കുറിച്ചുള്ള വേദന. സിരില്ലോ, അവൻ ഇടയ്ക്ക് നേർത്ത ഇടറിയ ശബ്ദത്തിൽ വിളിക്കും. എനിക്കെന്റെ അമ്മയെ കാണണം. അമ്മയുണ്ടാക്കുന്ന ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ വല്ലാത്ത കൊതി തോന്നുന്നു. ആ വാക്കുകൾ കേൾക്കുമ്പോൾ അൽവാരംഗിക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ചു വരും. നീ ഇപ്പോൾ ഈ മീൻ കഴിച്ചാൽ നമ്മൾ രക്ഷപ്പെടുമ്പോൾ നിനക്ക് നിന്റെ അമ്മയുടെ ചിക്കൻ 100 എണ്ണം കഴിക്കാം. ദയവായി ഇത് കഴിക്കു കൊർദോബ. അദ്ദേഹം ഒരു കഷ്ണം മീൻ അവന്റെ ചുണ്ടുകളോട് അടുപ്പിക്കും. കൊർദോബ അറപ്പോടെ മുഖം തിരിക്കും. ഇല്ല, എനിക്കിത് കഴിയില്ല. ഇതിന് ചത്തതിന്റെ മണമാണ്. ഇതിന് രക്തത്തിന്റെ രുചിയാണ്. അവന്റെ ശരീരം വെറുപ്പുകൊണ്ട് വിറയ്ക്കാൻ തുടങ്ങും. പലപ്പോഴും
അൽവാരംഗ നിർബന്ധിച്ച് കഴിപ്പിച്ച ഭക്ഷണം അവൻ ഛർദ്ദിച്ചു കളയുമായിരുന്നു. അവന്റെ ശരീരവും മനസ്സും ആ പുതിയ യാഥാർത്ഥ്യത്തെ സ്വീകരിക്കാൻ പൂർണ്ണമായും വിസമ്മതിച്ചു. ഒരു കഥ അവൻ എപ്പോഴും ആവർത്തിക്കുമായിരുന്നു. കടലിൽ പോകുന്നതിനു മുൻപ് ഒരു വയസ്സായ സ്ത്രീ അവനെ തടഞ്ഞു നിർത്തി പറഞ്ഞുവത്രേ, മോനെ, നീ കടലിൽ പോകരുത്, നിന്റെ വിധി വെള്ളത്തിലാണ്. ഈ പ്രവചനം അവന്റെ മനസ്സിൽ ഒരു വിഷവിത്തുപോലെ പടർന്നു പിടിച്ചിരുന്നു. താൻ മരിക്കാൻ വിധിക്കപ്പെട്ടവനാണെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. ഈ വിശ്വാസം അതിജീവിക്കാനുള്ള അവന്റെ അവസാനത്തെ ആഗ്രഹത്തെയും കെടുത്തിക്കളഞ്ഞു. അൽവാരംഗയ്ക്ക് ഇത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. കോർദോബയുടെ സാന്നിധ്യം ഒരു തരത്തിൽ അദ്ദേഹത്തിനൊരു ആശ്വാസമായിരുന്നു, താൻ ഒറ്റയ്ക്കല്ലെന്ന ഒരു തോന്നൽ. പക്ഷേ കൺമുന്നിൽ ഒരു മനുഷ്യൻ സ്വയം മരണത്തിലേക്ക് നടന്നുപോകുന്നത് കാണുന്നത് അതിഭീകരമായിരുന്നു. അദ്ദേഹം പലയടവുകളും പയറ്റിനോക്കി. ഒരു ദിവസം അദ്ദേഹം കൊർദോബയുടെ അടുത്തിരുന്ന് ഏറ്റവും രുചികരമായ ഒരു ഭക്ഷണത്തെക്കുറിച്ച് വർണ്ണിക്കാൻ തുടങ്ങി. നമ്മൾ കരയിലെത്തുമ്പോൾ ഞാൻ നിനക്ക് ഏറ്റവും നല്ലൊരു വിരുന്ന് വാങ്ങിത്തരും. വലിയൊരു പ്ലേറ്റ് നിറയെ കാർനെ അസാദ, നല്ലവണ്ണം കനലിൽ ചുട്ടെടുത്ത മാംസം, അതിനു മുകളിൽ ഉള്ളിയും മല്ലിയിലയും ചെറുനാരങ്ങ നീരും ചേർത്തത്. അതിന്റെ കൂടെ നല്ല ചൂടുള്ള ടോർട്ടിലയും എരിവുള്ള സൽസയും, പിന്നെ കുടിക്കാൻ നല്ല തണുത്ത ഹോർച്ചാറ്റ. അദ്ദേഹം ഓരോന്നും അതിന്റെ മണവും രുചിയും അനുഭവിക്കുന്നതുപോലെ വിശദമായി വർണ്ണിച്ചു. കൊർദോബയുടെ മനസ്സിൽ ഒരു മാറ്റമുണ്ടാക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രമം. പക്ഷേ അത് വിപരീത ഫലമാണുണ്ടാക്കിയത്. ആ വർണ്ണന കേട്ട് കൊർദോബ ഒരു കൊച്ചുകുഞ്ഞിനെപ്പോലെ വാവിട്ട് കരയാൻ തുടങ്ങി. എനിക്ക് വിശക്കുന്നു ചെറുലോ, എനിക്ക് സാധാരണ ഭക്ഷണം കഴിക്കണം. ആ കരച്ചിലിനു മുന്നിൽ എന്തു ചെയ്യണമെന്നറിയാതെ അൽവാരംഗ നിസ്സഹായനായി നിന്നു. മാസങ്ങൾ കടന്നുപോയി. അവർ കടലിൽ നഷ്ടപ്പെട്ടിട്ട് ഏകദേശം 4 മാസത്തോളമായി. കൊർദോബയുടെ അവസ്ഥ അനുദിനം വഷളായിക്കൊണ്ടിരുന്നു. അവൻ സംസാരിക്കുന്നത് പൂർണ്ണമായും നിർത്തി. അവന്റെ ശ്വാസം പോലും നേർത്തതായിരുന്നു. ഒരു ദിവസം അൽവാരംഗ ഒരു കടൽപക്ഷിയെ പിടിച്ച് അതിന്റെ ഒരു ചെറിയ കഷ്ണം മാംസം കൊർദോബയുടെ വായിൽ വെച്ചുകൊടുത്തു. അത്ഭുതമെന്നു പറയട്ടെ, അവനത് ചവയ്ക്കാനോ തുപ്പിക്കളയാനോ ശ്രമിച്ചില്ല. ഒരുപക്ഷേ അവന്റെ ശരീരം വിശപ്പിനു മുന്നിൽ കീഴടങ്ങിയതാവാം. എന്നാൽ ആ ചെറിയ കഷ്ണം മാംസം അവന്റെ ദുർബലമായ ആമാശയത്തിന് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. അന്ന് രാത്രി അവൻ നിർത്താതെ ഛർദ്ദിച്ചു. അവന്റെ ശരീരത്തിൽ അവശേഷിച്ചിരുന്ന അവസാനത്തെ ഊർജവും അതോടെ ചോർന്നുപോയി. അടുത്ത ദിവസം രാവിലെ കൊർദോബ ആദ്യമായി അൽവാരംഗയെ ഒന്നു നോക്കി പുഞ്ചിരിച്ചു. അതൊരു വിടവാങ്ങൽ പുഞ്ചിരിയായിരുന്നു. അവന്റെ കണ്ണുകൾക്കൊരു പ്രത്യേക തെളിച്ചമുണ്ടായിരുന്നു. ചിറിലോ, അവന്റെ ശബ്ദം ഒരു മന്ത്രണം പോലെയായിരുന്നു. എന്റെ സമയം കഴിഞ്ഞു. അങ്ങനെ പറയരുത്, അൽവാരംഗയുടെ ശബ്ദമിടറി. നമ്മൾ ഒരുമിച്ച് രക്ഷപ്പെടും. കൊർദോബ വീണ്ടും പുഞ്ചിരിച്ചു. ഇല്ല, ഞാൻ എന്റെ അമ്മയുടെ അടുത്തേക്ക് പോകുകയാണ്. നീ എനിക്കൊരു വാക്ക് തരണം. എന്തു വാക്ക്? ഞാൻ മരിച്ചാൽ നീ എന്റെ ശരീരം ഭക്ഷിക്കരുത്. എന്നെ കടലിലെറിയണം. നീ രക്ഷപ്പെടുമ്പോൾ എന്റെ അമ്മയെ പോയി കാണണം. ഞാൻ അവരെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് പറയണം. എന്റെ മരണത്തിൽ അവർ ദുഃഖിക്കരുതെന്നും പറയണം. ഞാൻ ദൈവത്തിന്റെ അടുത്തേക്ക് പോയതാണെന്ന് പറയണം. നീ എനിക്ക് ഈ വാക്ക് തരുമോ? അവന്റെ കണ്ണുകളിലെ ദയനീയത കണ്ടപ്പോൾ അൽവാരംഗയ്ക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല. കണ്ണീരോടെ അദ്ദേഹം തലയാട്ടി. ഞാൻ വാക്ക് തരുന്നു. ആ ഉറപ്പ് കിട്ടിയപ്പോൾ കൊർദോബയുടെ മുഖത്ത് ഒരു സമാധാനം നിറഞ്ഞു. അവൻ കണ്ണുകൾ അടച്ചു. അവന്റെ ശ്വാസം പതിയെ പതിയെ നേർത്തുവന്നു. അൽവാരംഗ അവന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. ആ കൊച്ചുവള്ളത്തിൽ പസഫിക് മഹാസമുദ്രത്തിന്റെ നടുവിൽ ഒരു സൂര്യോദയത്തിന്റെ സാക്ഷ്യത്തിൽ എസക്കിയേൽ കൊർദോബ എന്ന 22കാരൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. അവന്റെ അവസാനത്തെ ശ്വാസം ആ ഉപ്പുകാറ്റിൽ അലിഞ്ഞു ചേർന്നപ്പോൾ അൽവാരംഗയ്ക്ക് തോന്നി, ലോകത്തിൽ താൻ പൂർണ്ണമായും ഒറ്റപ്പെട്ടു എന്ന്. അവന്റെ കൂടെയുണ്ടായിരുന്ന അവസാനത്തെ മനുഷ്യനും അവനെ വിട്ടുപോയിരിക്കുന്നു. എസീക്കിയേൽ കൊർദോബയുടെ അവസാന ശ്വാസം നിലച്ചപ്പോൾ ആ കൊച്ചുവള്ളത്തിലെ ലോകം ഒരു നിമിഷത്തേക്ക് നിശ്ചലമായി. തിരമാലകളുടെ നേർത്ത താരാട്ടുപോലും അൽവാരംഗയ്ക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ കാതുകളിൽ ഒരുതരം ഭയാനകമായ മൂളൽ മാത്രം. അദ്ദേഹത്തിന്റെ കൺമുന്നിൽ ഒരു മനുഷ്യൻ മരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരേയൊരു കൂട്ട്.
മാസങ്ങളായി അദ്ദേഹം കേട്ടുകൊണ്ടിരുന്ന, ചിലപ്പോൾ ശല്യമായി തോന്നിയിരുന്ന, എന്നാൽ എപ്പോഴും ഒരു സാന്നിധ്യമായിരുന്ന ആ മനുഷ്യശബ്ദം നിലച്ചിരിക്കുന്നു. ഇപ്പോൾ അവശേഷിക്കുന്നത് ഭയാനകമായ, ആഴമുള്ള, സമ്പൂർണമായ നിശബ്ദതയാണ്. അദ്ദേഹം ആ നിർജീവമായ ശരീരത്തെ നോക്കി. കൊർദോബയുടെ മുഖത്ത് വേദനയുടെ ഒരു ലാഞ്ചന പോലുമില്ലായിരുന്നു. നേരിയൊരു പുഞ്ചിരി മാത്രം. ഒരുപക്ഷേ ഈ നരകയാതനയിൽ നിന്നുള്ള മോചനത്തിന്റെ പുഞ്ചിരിയായിരിക്കാം. ആ മുഖത്തേക്ക് നോക്കിയിരിക്കെ അൽവാരംഗിയുടെ ഉള്ളിൽ അതുവരെ ഒരു പാറ പോലെ ഉറച്ചുനിന്നിരുന്ന നിയന്ത്രണങ്ങളെല്ലാം ഒരുമിച്ച് തകർന്നുപോയി. അദ്ദേഹം ഒരു ഭ്രാന്തനെപ്പോലെ അലറിക്കരഞ്ഞു. അതൊരു സാധാരണ കരച്ചിലായിരുന്നില്ല. അതൊരു നിലവിളിയായിരുന്നു. ആകാശത്തോടും കടലിനോടുമുള്ള ഒരു നിലവിളി. പക്ഷേ അത് കേൾക്കാൻ അവിടെ ആരുമുണ്ടായിരുന്നില്ല. ആദ്യത്തെ ദിവസം അദ്ദേഹം ആ മൃതദേഹത്തെ തൊടാൻ പോലും ഭയന്നു. അദ്ദേഹം വള്ളത്തിന്റെ മറ്റേ അറ്റത്ത് ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടിയിരുന്നു. ഇടയ്ക്കിടെ അദ്ദേഹം ആ ശരീരത്തെ നോക്കും. ഗൊർദോബ ഗാഠനിദ്രയിലാണെന്ന് സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും. അവനിപ്പോൾ ഉണരും. ചിരിലോ, എനിക്ക് വിശക്കുന്നു എന്ന് പറയും. പക്ഷേ മണിക്കൂറുകൾ കടന്നുപോയിട്ടും ആ ശരീരത്തിനൊരു ചലനവുമില്ല. ഉച്ചസൂര്യന്റെ ക്രൂരമായ ചൂടേറ്റ് ആ ചർമ്മത്തിന്റെ നിറം മാറാൻ തുടങ്ങി. രണ്ടാം ദിവസം ഒരു പുതിയ ഭയം അദ്ദേഹത്തെ വേട്ടയാടാൻ തുടങ്ങി. ഭ്രാന്ത്. ഈ സമ്പൂർണമായ ഏകാന്തത തന്നെ ഒരു ഭ്രാന്തനാക്കി മാറ്റുമെന്ന് അദ്ദേഹത്തിന് തോന്നി. സംസാരിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ ഭയാനകമാണ്. ചിന്തകൾക്കൊരു നിയന്ത്രണവുമില്ലാതാകും. അവ കാടുകയറും. അതൊരു തുടക്കമാണെന്ന് അദ്ദേഹത്തിനറിയാമായിരുന്നു. അതുകൊണ്ട് ഭ്രാന്ത പിടിക്കാതിരിക്കാൻ അദ്ദേഹം ഒരു വിചിത്രമായ പ്രവൃത്തി തുടങ്ങി. അദ്ദേഹം കൊർദോബയുടെ മൃതദേഹത്തോട് സംസാരിക്കാൻ തുടങ്ങി. ഹേ ഗൊർദോബ, ഉണരൂ. ഇന്ന് നല്ല വെയിലാണല്ലോ. മീൻ പിടിക്കാൻ നല്ല ദിവസമാണ്. നിനക്ക് വിശക്കുന്നില്ലേ? എഴുന്നേൽക്ക് മടിയാ. നമ്മൾ തീരത്തോടടുക്കാറായി. നിന്റെ അമ്മ നിന്നെ കാത്തിരിക്കുന്നുണ്ടാകും. അദ്ദേഹം ആ മൃതദേഹത്തെ വള്ളത്തിൽ എഴുന്നേറ്റിരുത്താൻ ശ്രമിക്കും. എന്നിട്ട് അതിന്റെ അടുത്തിരുന്ന് തങ്ങളുടെ പഴയ ജീവിതത്തെക്കുറിച്ച്, കോസ്റ്റ അസൂളിനെക്കുറിച്ച്, അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണത്തെക്കുറിച്ച്, ഫുട്ബോളിനെക്കുറിച്ച് സംസാരിക്കും. അതൊരു ഭ്രാന്തന്റെ ജൽപ്പനങ്ങളായിരുന്നില്ല, മറിച്ച് ഭ്രാന്തിനെ പ്രതിരോധിക്കാനുള്ള ഒരു മാർഗമായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സ് യാഥാർത്ഥ്യത്തിന്റെ ക്രൂരതയെ അംഗീകരിക്കാൻ വിസമ്മതിക്കുകയായിരുന്നു. ആ നിർജീവമായ ശരീരം അവിടെയുള്ളപ്പോൾ താൻ ഒറ്റയ്ക്കല്ലെന്ന ഒരു മിഥ്യാബോധം അദ്ദേഹത്തിന് ലഭിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. 3, 4, 5. ആ മൃതദേഹം അഴുകാൻ തുടങ്ങി. അതിന്റെ അസഹനീയമായ ഗന്ധം ആ ചെറിയ വള്ളത്തിൽ നിറഞ്ഞു. എന്നിട്ടും അൽവാരംഗയ്ക്ക് അതിനെ ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല. 6-ാം ദിവസം രാവിലെ അദ്ദേഹം ഉണർന്നപ്പോൾ ഒരു യാഥാർത്ഥ്യം ഒരു മിന്നൽ പിണർ പോലെ അദ്ദേഹത്തിന്റെ ബോധമണ്ഡലത്തിൽ പതിച്ചു. കൊർദോബ മരിച്ചു. അവനിനി ഒരിക്കലും തിരികെ വരില്ല. ഈ അഴുകുന്ന ശരീരം തന്റെ സുഹൃത്തിന്റേതല്ല. ഇത് വെറുമൊരു മാംസപിണ്ഡമാണ്. കൊർദോബയ്ക്ക് അദ്ദേഹം കൊടുത്ത വാക്ക് അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ വന്നു. എന്റെ അമ്മയെ പോയി കാണണം. എന്നെ കടലിലെറിയണം. ആ തീരുമാനമെടുക്കാൻ അദ്ദേഹം ഒരുപാട് സമയമെടുത്തു. അദ്ദേഹത്തിന്റെ ഹൃദയം നുറുങ്ങുന്നുണ്ടായിരുന്നു. ഒടുവിൽ കണ്ണുകൾ ഇറുക്കിയടച്ച് അദ്ദേഹം ആ ശരീരത്തെ താങ്ങി എഴുന്നേൽപ്പിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, അതിന് ഒരു ഭാരവും തോന്നിച്ചില്ല. മാസങ്ങളുടെ പട്ടിണി ആ ശരീരത്തെ ഒരു തൂവൽ പോലെയാക്കിയിരുന്നു. അദ്ദേഹം ആ ശരീരത്തെ വള്ളത്തിന്റെ വക്കിൽ കൊണ്ടുവന്നു. മാപ്പ് സുഹൃത്തേ, അദ്ദേഹം മന്ത്രിച്ചു. നിന്റെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ. ഒരു നിമിഷം അദ്ദേഹം മടിച്ചുനിന്നു. പിന്നെ സർവശക്തിയുമെടുത്ത് ആ ശരീരം വെള്ളത്തിലേക്ക് തള്ളിയിട്ടു. ഫ്ലോപ്പ് എന്നൊരു ശബ്ദത്തോടെ ആ ശരീരം വെള്ളത്തിൽ വീണു. ഒരു നിമിഷം അത് വെള്ളത്തിൽ പൊങ്ങിക്കിടന്നു. പിന്നെ പതിയെ താഴ്ന്നുപോയി. തിരമാലകൾ ആ ഓർമ്മയെയും കൊണ്ട് അകന്നുപോയി. കൊർദോബയുടെ ശരീരം കാഴ്ചയിൽ നിന്ന് മറഞ്ഞപ്പോൾ അൽവാരംഗയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹത്തിന് തന്നെ വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. ഒരു വലിയ ഭാരം ഒഴിഞ്ഞുപോയതുപോലെയും അതേസമയം ലോകത്തിലെ അവസാനത്തെ മനുഷ്യനും താനാണെന്ന ഭീകരമായ ഒരു തിരിച്ചറിവും അദ്ദേഹത്തെ പൊതിഞ്ഞു. അദ്ദേഹം വള്ളത്തിലേക്ക് തളർന്നു വീണു. ഇപ്പോൾ അദ്ദേഹം ശരിക്കും ഒറ്റയ്ക്കാണ്. തുടർന്നുള്ള ദിവസങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും ഭീകരമായ ദിവസങ്ങളായിരുന്നു. ഏകാന്തത ഒരു വിഷം പോലെ അദ്ദേഹത്തിന്റെ ശിരകളിലേക്ക് പടർന്നുകയറി. അദ്ദേഹം സംസാരിക്കുന്നത് പൂർണ്ണമായും നിർത്തി. ചിലപ്പോൾ ദിവസങ്ങളോളം അദ്ദേഹം ഒരേ ഇരിപ്പിരിക്കും, ശൂന്യതയിലേക്ക് കണ്ണും നട്ട്. ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണത ശക്തമായി.
പലതവണ അദ്ദേഹം വള്ളത്തിന്റെ വക്കിൽ കയറി നിന്ന് താഴെയുള്ള നീല ആഴങ്ങളിലേക്ക് നോക്കി നിന്നു. ഒരൊറ്റ ചാട്ടം, അതോടെ ഈ വേദന അവസാനിക്കും. ഫാത്തിമയുടെ മുഖം, കൊർദാബയ്ക്ക് കൊടുത്ത വാക്ക്, ഈ 2 ചിന്തകൾ മാത്രമാണ് അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ മനസ്സ് അദ്ദേഹത്തോട് കളിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് പലതും കേൾക്കാൻ തുടങ്ങി. ദൂരെ നിന്നാളുകൾ അദ്ദേഹത്തിന്റെ പേര് വിളിക്കുന്നതുപോലെ, കൊർദോബയുടെ ശബ്ദം കാറ്റിലൊഴുകി വരുന്നതുപോലെ, ചിലപ്പോൾ രാത്രിയിൽ വള്ളത്തിലേക്കാരോ കയറി വരുന്നതുപോലെ അദ്ദേഹത്തിന് തോന്നും. അദ്ദേഹം ഭയന്ന് വിറയ്ക്കും. യാഥാർത്ഥ്യവും മിഥ്യാബോധവും തമ്മിലുള്ള അതിർവരമ്പുകൾ മാഞ്ഞുപോകുന്നത് അദ്ദേഹം അറിഞ്ഞു. ഈ ഭ്രാന്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം പുതിയ വഴികൾ കണ്ടെത്തി. അദ്ദേഹം തന്റെ മനസ്സിനെ എപ്പോഴും മസ്റൂഫാക്കി വെക്കാൻ ശ്രമിച്ചു. അദ്ദേഹം ഉറക്കെ പാട്ടുപാടാൻ തുടങ്ങി. ഓർമ്മയിലുള്ള എല്ലാ പാട്ടുകളും, സിനിമയിലെ പാട്ടുകൾ, നാടൻ പാട്ടുകൾ, പ്രാർത്ഥനാഗീതങ്ങൾ. അദ്ദേഹത്തിന്റെ ശബ്ദം വികൃതമായിരുന്നു, പക്ഷേ അത് അദ്ദേഹത്തിനു ചുറ്റുമുള്ള നിശ്ശബ്ദതയെ ഭേദിച്ചു. അദ്ദേഹം കണക്കുകൾ കൂട്ടി. താൻ എത്ര ദിവസമായി കടലിലാണെന്ന് അദ്ദേഹം ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ഒടുവിൽ ചന്ദ്രനെ നോക്കി സമയം കണക്കാക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഓരോ പൗർണമി കഴിയുമ്പോഴും അദ്ദേഹം 1 എന്ന് എണ്ണിത്തുടങ്ങി. അതദ്ദേഹത്തിന് ഒരു ലക്ഷ്യബോധം നൽകി, കാലം മുന്നോട്ടു പോകുന്നുണ്ടെന്ന ഒരു ഓർമ്മപ്പെടുത്തലും. അദ്ദേഹം തന്റെ ശരീരത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങി. വള്ളത്തിൽ കിടന്ന് പുഷപ്പുകൾ എടുക്കാൻ ശ്രമിച്ചു. കാലുകൾക്ക് വ്യായാമം നൽകി. ശരീരം തളർന്നാൽ മനസ്സും തളരുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ രക്ഷ ഭാവനയായിരുന്നു. അദ്ദേഹം കണ്ണുകളടച്ച് തന്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളെക്കുറിച്ച് ഓർക്കും. അതിന്റെ മണം, രുചി, അത് കഴിക്കുമ്പോഴുള്ള സന്തോഷം. അദ്ദേഹം ഒരു വിരുന്നു തന്നെ മനസ്സിൽ ഒരുക്കും. എന്നിട്ട് ഒരു പച്ചമീൻ കഷ്ണമെടുത്ത് അത് ലോകത്തിലെ ഏറ്റവും രുചികരമായ ഭക്ഷണമാണെന്ന് സങ്കൽപ്പിച്ചുകൊണ്ട് കഴിക്കും. അദ്ദേഹം തന്റെ കുടുംബവുമായി ഭാവനയിൽ സംസാരിച്ചു. ഫാത്തിമയോട് സ്കൂളിലെ വിശേഷങ്ങൾ ചോദിച്ചു. അമ്മയോട് വഴക്കിട്ടു. അച്ഛനോടൊപ്പം തമാശകൾ പറഞ്ഞു. ഈ സംഭാഷണങ്ങൾ അദ്ദേഹത്തെ ജീവനോടെ നിലനിർത്തി. അദ്ദേഹത്തിന്റെ ഓർമ്മകളിലെ ലോകം അദ്ദേഹത്തിന്റെ യാഥാർത്ഥ്യത്തേക്കാൾ ജീവസുറ്റതായി മാറി. അങ്ങനെ ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി. അൽവാരിങ്ക ഏകാന്തതയോടെ യുദ്ധം ചെയ്തുകൊണ്ടേയിരുന്നു. ചിലപ്പോൾ അദ്ദേഹം ജയിച്ചു, ചിലപ്പോൾ തോറ്റു. അദ്ദേഹത്തിന്റെ ശരീരം ഒരു അസ്ഥികൂടമായി മാറിയിരുന്നു. മുടിയും താടിയും ജടപിടിച്ച് ഒരു കാട്ടുമാക്കാൻ പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ രൂപം. പക്ഷേ ആ കണ്ണുകൾക്കുള്ളിലെ തീ അണഞ്ഞിരുന്നില്ല. മരണത്തിനു മുന്നിൽ കീഴടങ്ങാൻ അദ്ദേഹം ഒരുക്കമായിരുന്നില്ല. 10ാമത്തെ പൗർണമി കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചറിഞ്ഞു, താൻ 1 വർഷത്തിലേറെയായി ഈ കടലിൽ ഒറ്റയ്ക്കാണെന്ന്. ആ തിരിച്ചറിവ് അദ്ദേഹത്തെ തളർത്തിയില്ല, മറിച്ച് കൂടുതൽ ശക്തനാക്കി. ഇത്രയും നാൾ ജീവിച്ചെങ്കിൽ ഇനിയും ജീവിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. 1 വർഷം കടന്നുപോയി എന്ന തിരിച്ചറിവ് ഹോസേ സാൽവദോർ അൽവരങ്കയുടെ മനസ്സിൽ ഒരു വലിയ പരിവർത്തനത്തിന് കാരണമായി. അതുവരെ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു കപ്പൽ തന്നെ രക്ഷിക്കുമെന്ന നേർത്ത പ്രതീക്ഷ പൂർണ്ണമായും ഇല്ലാതായി. കരയെന്നൊന്ന് ഈ ലോകത്തുണ്ടോ എന്ന് പോലും അദ്ദേഹം സംശയിച്ചു തുടങ്ങി. ഈ നീല ലോകമാണ് തന്റെ യാഥാർത്ഥ്യമെന്ന്, തന്റെ വീടും തടവറയും ഇതാണെന്ന് അദ്ദേഹം പൂർണ്ണമായി അംഗീകരിച്ചു. അതോടെ അദ്ദേഹത്തിന്റെ ഭയവും നിരാശയും ഒരുതരം നിർവികാരതയ്ക്ക് വഴിമാറി. അദ്ദേഹം ആ കടലിന്റെ ഒരു ഭാഗമായി, അതിന്റെ താളത്തിനൊത്ത് ജീവിക്കാൻ പഠിച്ചു. അദ്ദേഹം സമുദ്രവുമായി ഒരു നിശബ്ദമായ സന്ധിയിലേർപ്പെട്ടു. അദ്ദേഹത്തിന്റെ ലോകം സൂര്യോദയത്തിൽ തുടങ്ങി സൂര്യാസ്തമയത്തിൽ അവസാനിച്ചു. ഓരോ പ്രഭാതത്തിലും സൂര്യൻ ഉദിച്ചുയരുമ്പോൾ അതൊരു പുതിയ ദിവസമല്ല, മറിച്ച് ഒരേ ദിവസത്തിന്റെ ഒരേ ഏകാന്തതയുടെ ആവർത്തനം മാത്രമാണെന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹത്തിന്റെ ജീവിതത്തിന് നിലനിൽപ്പ് എന്നതിനപ്പുറം മറ്റൊരു ലക്ഷ്യവുമുണ്ടായിരുന്നില്ല. പക്ഷേ ആ നിലനിൽപ്പിനു വേണ്ടി അദ്ദേഹം ഒരു സന്യാസിയെപ്പോലെ കഠിനമായി പ്രയത്നിച്ചു. അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങൾ അങ്ങേയറ്റം സൂക്ഷ്മമായി. ആയിരക്കണക്കിന് തിരമാറകൾക്കിടയിൽ മഴവെള്ളം വഹിച്ചുകൊണ്ടുവരുന്ന മേഘത്തിന്റെ ഗന്ധം അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞു. വെള്ളത്തിനടിയിലൂടെ നീങ്ങുന്ന മത്സ്യക്കൂട്ടത്തിന്റെ നേർത്ത കമ്പനം വള്ളത്തിൽ കാലുവെച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് അനുഭവിക്കാൻ പറ്റി. അദ്ദേഹത്തിന്റെ കാഴ്ച ഒരു പരുന്തിന്റേതുപോലെയായിരുന്നു. ദൂരെ ഒരു കറുത്ത പൊട്ടുപോലെ കാണുന്നത് ഒരു കടൽപക്ഷിയാണോ അതോ ഒരു കഷ്ണം പ്ലാസ്റ്റിക് മാലിന്യമാണോ എന്നദ്ദേഹത്തിന് കൃത്യമായി പറയാൻ കഴിഞ്ഞു.
അദ്ദേഹത്തിന്റെ ഭക്ഷണരീതികൾ വിചിത്രവും എന്നാൽ അതിജീവനത്തിന് അത്യന്താപേക്ഷിതവുമായിരുന്നു. അദ്ദേഹം പിടിക്കുന്ന മീനിന്റെയോ പക്ഷിയുടെയോ ഒരംശം പോലും അദ്ദേഹം പാഴാക്കിയില്ല. മാംസം പച്ചയ്ക്ക് തിന്നു, എല്ലുകൾ വരെ ചവച്ചരച്ചു. മീനിന്റെ കണ്ണുകൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു. അതിൽ ഒരു പ്രത്യേക രുചിയുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി. പക്ഷികളുടെ ആന്തരിക അവയവങ്ങൾ, പ്രത്യേകിച്ച് കരൾ, അദ്ദേഹത്തിന് ഊർജം നൽകി. വള്ളത്തിനടിയിൽ പറ്റിപ്പിടിച്ചിരുന്ന കക്കകളും മറ്റു ചെറുജീവികളും അദ്ദേഹത്തിന്റെ ഭക്ഷണത്തിന്റെ ഭാഗമായി. ഇടയ്ക്ക് കടലിൽ ഒഴുകി നടക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികളും മറ്റു മാലിന്യങ്ങളും അദ്ദേഹം കാണാറുണ്ടായിരുന്നു. ആ കാഴ്ച അദ്ദേഹത്തിൽ ഒരേ സമയം ദുഃഖവും സന്തോഷവും ഉളവാക്കി. മനുഷ്യന്റെ ലോകം എവിടെയോ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതിന്റെ തെളിവായിരുന്നു ആ മാലിന്യങ്ങൾ. ചിലപ്പോൾ ആ പ്ലാസ്റ്റിക് കുപ്പികൾക്കുള്ളിൽ ചെറിയ മീനുകളും ചെമ്മീനുകളും കുടുങ്ങിക്കിടക്കുന്നുണ്ടാകും. അവ അദ്ദേഹത്തിനൊരു അപ്രതീക്ഷിത വിരുന്നായി. ഒരു ദിവസം അദ്ദേഹം ഒരു വലിയ ആമയെ പിടികൂടി. അതിനെ വള്ളത്തിലേക്ക് കയറ്റാൻ അദ്ദേഹം ഒരുപാട് പാടുപെട്ടു. അതിനെ കൊന്നുകഴിഞ്ഞപ്പോൾ അതിന്റെ തോടിനുള്ളിൽ നിന്ന് അദ്ദേഹത്തിനൊരത്ഭുതത്തെ കണ്ടെത്തി. ഏകദേശം 7ഓളം മുട്ടകൾ. ആ മുട്ടകൾ അദ്ദേഹം അങ്ങേയറ്റം ആസ്വദിച്ച് കഴിച്ചു. മാസങ്ങൾക്കു ശേഷം വ്യത്യസ്തമായൊരു ഭക്ഷണം കഴിച്ചതിന്റെ സന്തോഷം അദ്ദേഹത്തെ ഒരു കൊച്ചു കുഞ്ഞിനെപ്പോലെയാക്കി. അദ്ദേഹത്തിന്റെ ശരീരം ഈ പുതിയ ജീവിതരീതിയോട് പൊരുത്തപ്പെട്ടു. നിരന്തരമായ സൂര്യരശ്മി കാരണം അദ്ദേഹത്തിന്റെ ചർമ്മം കട്ടിയുള്ളതും കറുത്തതുമായി. ഉപ്പുവെള്ളം കൊണ്ട് അദ്ദേഹത്തിന്റെ മുടി ജട പിടിച്ച് പാറ പോലെ ഉറച്ചുപോയിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരം ശോഷിച്ചെങ്കിലും അതിനൊരുതരം കാടിന്റെ കരുത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കാലുകൾ വള്ളത്തിലെ സ്ഥിരമിരിപ്പു കാരണം മരവിച്ചതുപോലെയായി. അദ്ദേഹത്തിന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പ്രയാസമായിരുന്നു. ഈ ഭൗതികമായ മാറ്റങ്ങളെക്കാൾ വലുത് അദ്ദേഹത്തിന്റെ ആന്തരികമായ മാറ്റങ്ങളായിരുന്നു. അദ്ദേഹം ഒരുപാട് ശാന്തനായി. അദ്ദേഹത്തിന്റെ മനസ്സിലെ ചിന്തകളുടെ കോലാഹലം അവസാനിച്ചിരുന്നു. അദ്ദേഹം മണിക്കൂറുകളോളം ഒന്നും ചിന്തിക്കാതെ കടലിലേക്ക് കണ്ണും നട്ടിരിക്കും. ആ നിമിഷങ്ങളിൽ താനൊരു മനുഷ്യനാണെന്ന ബോധം പോലും അദ്ദേഹത്തിനില്ലായിരുന്നു. അദ്ദേഹം ആ കടലിലെ മറ്റൊരു ജീവി മാത്രമായി. അദ്ദേഹം ചന്ദ്രനെ നോക്കി മാസങ്ങൾ എണ്ണുന്നത് തുടർന്നു. 11, 12, 13. ഓരോ പൗർണമിയും അദ്ദേഹത്തിന്റെ സഹനത്തിന്റെ ഓരോ അധ്യായങ്ങളായിരുന്നു. അദ്ദേഹം തന്റെ കുടുംബത്തെക്കുറിച്ച് ഓർക്കുന്നത് കുറഞ്ഞു. ആ ഓർമ്മകൾ അദ്ദേഹത്തെ വേദനിപ്പിച്ചു. താൻ മരിച്ചുപോയെന്ന് അവർ കരുതിയിട്ടുണ്ടാകുമെന്ന് അദ്ദേഹത്തിനറിയാമായിരുന്നു. ഒരുപക്ഷേ അവർ അദ്ദേഹത്തിനു വേണ്ടി ഒരു ശവസംസ്കാരം പോലും നടത്തിയിട്ടുണ്ടാകാം. ആ ചിന്ത അദ്ദേഹത്തിൽ ചിരിയാണുളവാക്കിയത്. താൻ ഇവിടെ ലോകത്തിന്റെ മറ്റേതോ കോണിൽ ജീവനോടെ ഇരിക്കുന്നു എന്ന സത്യം എത്ര വിചിത്രമാണ്. എന്നാൽ ചില രാത്രികളിൽ ഏകാന്തത അദ്ദേഹത്തെ പൂർണ്ണമായി വിഴുങ്ങും. അപ്പോൾ അദ്ദേഹം കൊർദോബയെ ഓർക്കും. ആ ചെറുപ്പക്കാരൻ കൂടെയുണ്ടായിരുന്നെങ്കിലെന്ന് വെറുതെ ആഗ്രഹിക്കും. അവന്റെ പ്രാർത്ഥനകൾ, അവന്റെ ഭയം, അവന്റെ ഓർമ്മകൾ എല്ലാം ഒരു സാന്നിധ്യമായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിനൊന്നും പങ്കുവയ്ക്കാനില്ല. അദ്ദേഹത്തിന്റെ വിജയങ്ങളും പരാജയങ്ങളും കാണാൻ ആരുമില്ല. ഒരു ദിവസം ഒരു വലിയ തിമിംഗലം അദ്ദേഹത്തിന്റെ വള്ളത്തിനടുത്തുകൂടി കടന്നുപോയി. അതിന്റെ ഭീമാകാരമായ ശരീരം കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടുപോയി. അത് അദ്ദേഹത്തിന്റെ വള്ളത്തേക്കാൾ എത്രയോ വലുതായിരുന്നു. ആ ഭീമൻ ജീവി അദ്ദേഹത്തെയോ അദ്ദേഹത്തിന്റെ വള്ളത്തെയോ ശ്രദ്ധിക്കാതെ അതിന്റെ ലോകത്തിൽ അതിന്റെ ഗതിയിൽ മുന്നോട്ടുപോയി. ആ കാഴ്ച അദ്ദേഹത്തിലൊരു വലിയ തിരിച്ചറിവുണ്ടാക്കി. ഈ മഹാസമുദ്രത്തിൽ താൻ എത്ര നിസ്സാരനാണ്. തന്റെ സഹനത്തിനും നിലവിളിക്കും ഈ പ്രപഞ്ചത്തിൽ ഒരു സ്ഥാനവുമില്ല. താൻ ജീവിച്ചാലും മരിച്ചാലും ഈ കടൽ ഇങ്ങനെ തന്നെയുണ്ടാകും. ഈ സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യും. ഈ തിരിച്ചറിവ് അദ്ദേഹത്തെ ഭയപ്പെടുത്തിയില്ല, മറിച്ച് ഒരുതരം സ്വാതന്ത്ര്യം നൽകി. അദ്ദേഹത്തിന്റെ അഹംഭാവം പൂർണ്ണമായും ഇല്ലാതായി. അദ്ദേഹം പ്രകൃതിക്കു മുന്നിൽ പൂർണ്ണമായും കീഴടങ്ങി. ഇനി രക്ഷപ്പെടണമെന്നോ കര കാണണമെന്നോ ഉള്ള ആഗ്രഹങ്ങൾ അദ്ദേഹത്തിലില്ലായിരുന്നു. ഓരോ ദിവസവും ജീവിക്കുക, അത്രമാത്രം. അങ്ങനെ 14-ാമത്തെ പൗർണമി ഉദിച്ചുയർന്നു. ഏകദേശം 430 ദിവസങ്ങൾ.
അദ്ദേഹം ഇനി ഒരു മനുഷ്യനായിരുന്നില്ല. കടലിന്റെ നിയമങ്ങൾ പഠിച്ച, കടലിന്റെ താളത്തിനൊത്തു ജീവിക്കുന്ന ഒരു കടൽ ജീവി മാത്രമായിരുന്നു ഹോസേ സാൽവദോർ അൽവരങ്ക. അദ്ദേഹത്തിന്റെ കഥ അവസാനിക്കാറായെന്ന് അദ്ദേഹത്തിന് തന്നെ തോന്നിത്തുടങ്ങി. ഒന്നുകിൽ ഒരു കൊടുങ്കാറ്റിൽ, അല്ലെങ്കിൽ പട്ടിണി കിടന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രോഗം വന്ന് താൻ ഇവിടെ മരിക്കുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. കര എന്നൊന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മകളിൽ നിന്നുപോലും മാഞ്ഞു തുടങ്ങിയിരുന്നു. അതൊരു സ്വപ്നം മാത്രമായിരുന്നു. താൻ ജനിച്ചതും വളർന്നതും ഈ കടലിൽ തന്നെയാണെന്ന് അദ്ദേഹം വിശ്വസിക്കാൻ തുടങ്ങി. 14ാമത്തെ പൗർണമി കടന്നുപോയതോടെ ഹോസേ സാൽവദോർ അൽവാരംഗയുടെ ജീവിതം അതിന്റെ യാന്ത്രികമായ താളത്തിൽ യാതൊരു മാറ്റവുമില്ലാതെ മുന്നോട്ടു പോയിക്കൊണ്ടിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ അതിസൂക്ഷ്മമായ ഇന്ദ്രിയങ്ങൾ പ്രകൃതിയിൽ ചില നേരിയ മാറ്റങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി. കടൽവെള്ളത്തിന്റെ കടും നീലനിറത്തിന് ഒരു നേരിയ മാറ്റം വന്നിരിക്കുന്നു. ഒരുതരം ഇളം പച്ച കലർന്ന നീല. കാറ്റിന്റെ സ്വഭാവത്തിലും ഒരു മാറ്റം അദ്ദേഹം ശ്രദ്ധിച്ചു. അതിലൊരു പുതിയ ഗന്ധം കലർന്നിരുന്നു. ഉപ്പിന്റെ രൂക്ഷഗന്ധത്തിനപ്പുറം നനഞ്ഞ മണ്ണിന്റെയും അഴുതിയ ഇലകളുടെയും നേർത്ത് ജീവനുള്ള ഒരു ഗന്ധം. പക്ഷേ മാസങ്ങളായി ഭ്രമാത്മകമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയതിനാൽ അതെല്ലാം തന്റെ തോന്നലുകളാണെന്ന് അദ്ദേഹം കരുതി. മനസ്സ് തന്നോട് കളിക്കുന്ന മറ്റൊരു കളിയാവാം. മാറ്റങ്ങൾ പക്ഷികളിലും പ്രകടമായിരുന്നു. അതുവരെ അദ്ദേഹം കണ്ടിരുന്ന ആഴക്കടലിൽ മാത്രം കാണുന്ന ആൽബട്രോസുകളെയും പെട്രലുകളെയും പോലുള്ള പക്ഷികൾ അപ്രത്യക്ഷമായി. പകരം കരയോട് ചേർന്നുള്ള സമുദ്രഭാഗങ്ങളിൽ മാത്രം കാണുന്ന ഫ്രിഗേറ്റ് പക്ഷികളെയും വെളുത്ത ടേണുകളെയും അദ്ദേഹം കാണാൻ തുടങ്ങി. ഈ പക്ഷികൾ കരയിൽ കൂടുകൂട്ടി പകൽ സമയങ്ങളിൽ മാത്രം കടലിൽ ഇര തേടാൻ വരുന്നവയാണ്. ഈ കാഴ്ച അദ്ദേഹത്തിന്റെ ഉള്ളിൽ വർഷങ്ങളായി കരിഞ്ഞുണങ്ങിക്കിടന്നിരുന്ന പ്രതീക്ഷയുടെ ഒരു വിത്തിനെ വീണ്ടും മുളപ്പിച്ചു. ഒരു നേരിയ ഭയത്തോടെയുള്ള ഒരു പ്രതീക്ഷ. അദ്ദേഹം കൂടുതൽ ശ്രദ്ധയോടെ, കൂടുതൽ സമയവും ചക്രവാളത്തിലേക്ക് നോക്കാൻ തുടങ്ങി. ദിവസത്തിന്റെ ഭൂരിഭാഗം സമയവും അദ്ദേഹം അതിനായി ചിലവഴിച്ചു. ഉപ്പുകാറ്റും സൂര്യരശ്മിയും കൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണുകൾ നീറിപ്പുകഞ്ഞു. പക്ഷെ അദ്ദേഹം പിന്മാറിയില്ല. എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ഉള്ളം മന്ത്രിക്കുന്നുണ്ടായിരുന്നു. 2014 ജനുവരി 30 ആ തീയതി ഹോസേ സാൽവദോർ അൽവാരംഗയുടെ ജീവിതത്തിൽ എന്നേക്കുമായി കോറിയിടപ്പെട്ടു. അന്നും അദ്ദേഹം പതിവുപോലെ ചക്രവാളത്തിലേക്ക് കണ്ണും നട്ടിരിക്കുകയായിരുന്നു. ഉച്ചകഴിഞ്ഞ സമയം. സൂര്യൻ പടിഞ്ഞാറോട്ട് ചാഞ്ഞു തുടങ്ങിയിരുന്നു. പെട്ടെന്നാണ് അദ്ദേഹം അത് കണ്ടത്. ദൂരെ പടിഞ്ഞാറേ ചക്രവാളത്തിൽ ഒരു നേർത്ത പച്ചവര. അതൊരു തിരമാലയുടെ മുകൾഭാഗമല്ല, അതൊരു മേഘത്തിന്റെ നിഴലുമല്ല. അതൊരു സ്ഥിരമായ, ജീവനുള്ള പച്ചനിറത്തിലുള്ള ഒരു വരയായിരുന്നു. അദ്ദേഹത്തിന്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചുപോയതുപോലെ തോന്നി. അദ്ദേഹം കണ്ണുകൾ ഇറുക്കിയടച്ച് വീണ്ടും തുറന്നു. അതെ, അതവിടെ തന്നെയുണ്ട്. അത് മാഞ്ഞുപോടുന്നില്ല. കര. ആ ഒരൊറ്റ വാക്ക് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ഇടിമുഴക്കം പോലെ മുഴങ്ങി. കര. വർഷങ്ങൾക്ക് മുൻപ് താൻ ഉപേക്ഷിച്ചു പോന്ന ഒരു സ്വപ്നത്തിൽ മാത്രം അവശേഷിച്ചിരുന്ന ആ യാഥാർത്ഥ്യം അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാനായില്ല. അദ്ദേഹം ഒരു കൊച്ചു കുഞ്ഞിനെപ്പോലെ വാവിട്ട് കരയാൻ തുടങ്ങി. പക്ഷേ അതൊരു ദുഃഖത്തിന്റെ കരച്ചിലായിരുന്നില്ല, ആനന്ദത്തിന്റേതായിരുന്നു. 438 ദിവസത്തെ സഹനത്തിനും ഏകാന്തതയ്ക്കും ശേഷമുള്ള മോചനത്തിന്റെ കരച്ചിൽ. അദ്ദേഹത്തിന്റെ വരണ്ടുണങ്ങിയ കണ്ണുകളിൽ നിന്ന് ഉപ്പുവെള്ളം കവിളിലൂടെ ഒലിച്ചിളങ്ങി ജടപിടിച്ച താടിയിൽ അലിഞ്ഞുചേർന്നു. അദ്ദേഹം എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ മാസങ്ങളായി ശരിയായ രീതിയിൽ ചലിക്കാത്തതിനാൽ അദ്ദേഹത്തിന്റെ കാലുകൾ ഒരു ഭാരമില്ലാത്ത വസ്തുപോലെ ദുർബലമായിരുന്നു. അവ അദ്ദേഹത്തെ അനുസരിച്ചില്ല. അദ്ദേഹം ഒരു കൊച്ചു കുഞ്ഞിനെപ്പോലെ വള്ളത്തിൽ ഇഴഞ്ഞു. വള്ളത്തിന്റെ വക്കിൽ പിടിച്ച് സർവശക്തിയുമെടുത്ത് അദ്ദേഹം എഴുന്നേറ്റു നിന്നു. അദ്ദേഹത്തിന്റെ കാലുകൾ ഒരു ഉണങ്ങിയ മരക്കമ്പ് പോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ആ പച്ച വരയിലേക്ക് തന്നെ നോക്കി നിന്നു. അതൊരു ദ്വീപാണ്, മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു ദ്വീപ്. ആ നിമിഷം അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് എവിടെ നിന്നോ ഒരു പുതിയ ഊർജം പ്രവഹിച്ചു, ഒരു അമാനുഷിക ശക്തി. അദ്ദേഹം
തന്റെ കൈകൾ കൊണ്ട് ആ ദിശയിലേക്ക് തുഴയാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ കൈകൾക്കൊരു ഭ്രാന്തന്റെ ശക്തിയായിരുന്നു. ഓരോ തവണ തുഴയുമ്പോഴും അദ്ദേഹം ഉറക്കെ അലറുന്നുണ്ടായിരുന്നു. കര, ഞാൻ വരുന്നു, ഞാൻ രക്ഷപ്പെട്ടു. മണിക്കൂറുകൾ കടന്നുപോയി. ആ പച്ചവര പതിയെ വലുതായി വന്നു. അദ്ദേഹത്തിന് മരങ്ങൾ വ്യക്തമായി കാണാൻ തുടങ്ങി. ഉയരമുള്ള തെങ്ങുകൾ, ഒരു വെളുത്ത മണൽത്തീരം. ആ കാഴ്ച അദ്ദേഹത്തിന്റെ എല്ലാ വേദനയും ക്ഷീണവും ഇല്ലാതാക്കി. സന്ധ്യയാകാറായപ്പോഴേക്കും അദ്ദേഹത്തിന്റെ വള്ളം ഒരു പവിഴപ്പുറ്റിൽ ശക്തിയായി ഇടിച്ചു നിന്നു. ദ്വീപിനു ചുറ്റുമുള്ള ഒരു സ്വാഭാവികമായ പ്രതിരോധ ഭിത്തിയായിരുന്നു അത്. വള്ളത്തിനു മുന്നോട്ടു പോകാൻ കഴിയില്ല. തീരത്തേക്ക് ഇനിയും ഏകദേശം 100 മീറ്ററോളം ദൂരമുണ്ട്. ഒരു നിമിഷം പോലും ചിന്തിക്കാതെ ഹോസേ സാൽവദോർ അൽവാരങ്ങ വെള്ളത്തിലേക്കെടുത്തുചാടി. വർഷങ്ങൾക്കുശേഷം അദ്ദേഹത്തിന്റെ ശരീരം കടൽ വെള്ളമല്ലാതെ മറ്റൊന്നിനെ സ്പർശിക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് നീന്താൻ കഴിഞ്ഞില്ല. ശരീരം അത്രയ്ക്ക് ദുർബലമായിരുന്നു. അദ്ദേഹം കാലുകൾ കൊണ്ട് പുറ്റിൽ ചവിട്ടി നിൽക്കാൻ ശ്രമിച്ചു. ശക്തമായ തിരമാലകൾ അദ്ദേഹത്തെ ആഞ്ഞടിച്ചു. അദ്ദേഹം പലതവണ വെള്ളത്തിനടിയിലേക്കു പോയി. പക്ഷെ അദ്ദേഹം പിന്മാറിയില്ല. കര എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ അദ്ദേഹത്തിന്റെ മുന്നിലുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ഇഴഞ്ഞും നീന്തിയും മൂർച്ചയുള്ള പവിഴപ്പുറ്റുകളിൽ പിടിച്ചു വലിഞ്ഞുകയറിയും മുന്നോട്ടു നീങ്ങി. അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ മുറിഞ്ഞ് രക്തം പൊടിഞ്ഞു. പക്ഷെ ആ വേദനയൊന്നും അദ്ദേഹം അറിഞ്ഞില്ല. ഒടുവിൽ ഒരു വലിയ തിര അദ്ദേഹത്തെ തീരത്തേക്ക് വലിച്ചെറിഞ്ഞു. അദ്ദേഹം ആ നനഞ്ഞ മണലിൽ മുഖമമർത്തിക്കിടന്നു. ഭൂമി, ഉറപ്പുള്ള ചലനമില്ലാത്ത ഭൂമി. അദ്ദേഹം ആ മണൽ വാരിയെടുത്ത് മുഖത്തേക്കിട്ടു. അദ്ദേഹം മണലിനെ ചുംബിച്ചു. അദ്ദേഹം ഒരു കൊച്ചു കുഞ്ഞിനെപ്പോലെ ആ തീരത്ത് കിടന്നുരുണ്ടു. അദ്ദേഹം രക്ഷപ്പെട്ടിരിക്കുന്നു. 438 ദിവസത്തെ നരകയാതനയ്ക്കു ശേഷം ഹോസേ സാൽവദോർ അൽവാരങ്ങ വീണ്ടും മനുഷ്യന്റെ ലോകത്ത് തിരിച്ചെത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അവിശ്വസനീയമായ യാത്ര അതിന്റെ അപ്രതീക്ഷിതമായ അന്ത്യത്തിലെത്തിയിരിക്കുന്നു. ആ നനഞ്ഞ മണൽത്തരികളിൽ മുഖമമർത്തിക്കിടന്നപ്പോൾ ഹോസേ സാൽവദോർ അൽവാരങ്കയുടെ ബോധം ഒരു നേർത്ത നൂൽപ്പാലത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. 438 ദിവസത്തെ സഹനത്തിനും അവസാന മണിക്കൂറുകളിലെ ജീവൻ മരണ പോരാട്ടത്തിനും ശേഷം അദ്ദേഹത്തിന്റെ ശരീരം അതിന്റെ പ്രവർത്തനത്തിന്റെ അവസാന സീമയിലായിരുന്നു. ഭൂമിയെ തൊട്ടുവെന്ന, മണലിന്റെ ഗന്ധമറിഞ്ഞുവെന്ന ആനന്ദത്തിൽ അദ്ദേഹം എല്ലാം മറന്നു. എത്ര മണിക്കൂറുകൾ അദ്ദേഹം അങ്ങനെ അബോധാവസ്ഥയിൽ കിടന്നുവെന്ന് അദ്ദേഹത്തിന് നിശ്ചയമുണ്ടായിരുന്നില്ല. കണ്ണു തുറന്നപ്പോൾ ചുറ്റും കനത്ത ഇരുട്ടായിരുന്നു. തലയ്ക്കു മുകളിൽ 1000 വജ്രങ്ങൾ പതിച്ചതുപോലെ നക്ഷത്രങ്ങൾ. പക്ഷെ ഇത്തവണ ആ നക്ഷത്രങ്ങൾക്ക് താഴെ ഇളകുന്ന കടലായിരുന്നില്ല, ഉറച്ച ഭൂമിയായിരുന്നു. കാറ്റിൽ തെങ്ങോലകൾ ഉലയുന്ന ശബ്ദം അദ്ദേഹം കേട്ടു. കരയിലെ ശബ്ദങ്ങൾ. തിരമാലകളുടെ ഇരമ്പലല്ലാതെ മറ്റൊരു ശബ്ദം കേട്ടിട്ട് എത്ര നാളായി! അതൊരു സംഗീതം പോലെ അദ്ദേഹത്തിന്റെ കാതുകളിൽ അലയടിച്ചു. ശരീരം വേദന കൊണ്ട് പുളയുന്നുണ്ടായിരുന്നു. മൂർച്ചയുള്ള പവിഴപ്പുറ്റുകളിൽ ഉരഞ്ഞ് അദ്ദേഹത്തിന്റെ തൊലിപ്പുറം മുഴുവൻ മുറിഞ്ഞ് നീറുന്നുണ്ടായിരുന്നു. ദാഹം ഒരു കത്തി പോലെ തൊണ്ടയിൽ കുത്തിയിറങ്ങുന്നുണ്ടായിരുന്നു. അദ്ദേഹം മെല്ലെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ കാലുകൾ ഒരു ഭാരവുമില്ലാത്ത 2 മരക്കഷ്ണങ്ങൾ പോലെയായിരുന്നു. മാസങ്ങളോളം വള്ളത്തിൽ ഒരേ ഇരിപ്പിരുന്നതുകൊണ്ട് കരയിൽ നടക്കാൻ അദ്ദേഹത്തിന്റെ ശരീരം മറന്നുപോയിരുന്നു. അദ്ദേഹം 4 കാലിൽ ഇഴയാൻ തുടങ്ങി, ഒരു പ്രവർബോധിന മനുഷ്യനെപ്പോലെ. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഇരുട്ടിൽ പരതി. എവിടെയെങ്കിലും ഒരു വെളിച്ചം, ഒരു വീടിന്റെ അടയാളം, ഒരു മനുഷ്യന്റെ സാന്നിധ്യം. പക്ഷേ എങ്ങും കൂരിരുട്ടു മാത്രം. ഇതൊരു നിർജ്ജനമായ ദ്വീപാണോ എന്ന് അദ്ദേഹം ഭയന്നു. കടലെന്ന വലിയ തടവറയിൽ നിന്ന് കരയെന്ന ചെറിയ തടവറയിലേക്കെത്തിപ്പെട്ടതുപോലെ. ദാഹം സഹിക്കവയ്യാതെ അദ്ദേഹം കണ്ടൊരു തെങ്ങിന്റെ ചുവട്ടിലേക്ക് ഇഴഞ്ഞു നീങ്ങി. നിലത്ത് വീണുകിടന്നിരുന്ന ഒരുണങ്ങിരി തേങ്ങയെടുത്ത് സമീപത്തുള്ള ഒരു പാറയിലിടിച്ചു പൊട്ടിക്കാൻ ഒരു ശ്രമം നടത്തി. പക്ഷേ അദ്ദേഹത്തിന്റെ ദുർബലമായ കൈകൾക്ക് അതിന് കഴിഞ്ഞില്ല. ഒടുവിൽ പൂർണ്ണമായും നിരാശനായി അദ്ദേഹം ആ മണലിൽ മലർന്നുകിടന്നു. പ്രഭാതസൂര്യന്റെ ആദ്യ കിരണങ്ങൾ മുഖത്ത് തട്ടിയപ്പോഴാണ്
അദ്ദേഹം വീണ്ടും ഉണർന്നത്. പകൽ വെളിച്ചത്തിൽ ആ ദ്വീപിന്റെ സൗന്ദര്യം അദ്ദേഹം കണ്ടു. പച്ചപ്പ് നിറഞ്ഞ, തെങ്ങുകൾ തിങ്ങി നിറഞ്ഞ ഒരു കൊച്ചുദ്വീപ്. തീരത്ത് അദ്ദേഹത്തിന്റെ വള്ളം ഒരു ദിനോസറിന്റെ അസ്ഥികൂടം പോലെ പവിഴപ്പുട്ടിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. ആ കാഴ്ച അദ്ദേഹത്തെ തന്റെ ഭീകരമായ ഭൂതകാലത്തിലേക്ക് ഒരു നിമിഷം കൂട്ടിക്കൊണ്ടുപോയി. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധ ഒരു കാര്യത്തിലേക്ക് തിരിഞ്ഞത്. മണലിൽ കാൽപ്പാടുകൾ, വ്യക്തമായ മനുഷ്യന്റെ കാൽപ്പാടുകൾ. അദ്ദേഹം ഒറ്റയ്ക്കല്ല. ആ തിരിച്ചറിവ് അദ്ദേഹത്തിലുണ്ടാക്കിയ ആശ്വാസം അളവറ്റതായിരുന്നു. അദ്ദേഹം ആ കാൽപ്പാടുകളെ പിന്തുടർന്ന് ഇഴഞ്ഞു നീങ്ങാൻ തുടങ്ങി. കുറച്ചു ദൂരം ചെന്നപ്പോൾ അദ്ദേഹം ഒരു ചെറിയ വീട് കണ്ടു. തകരഷീറ്റുകൾ കൊണ്ട് മേഞ്ഞ, മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച ഒരു ലളിതമായ കുടിൽ. ആ വീടിന്റെ മുറ്റത്ത് ഒരു പുരുഷനും ഒരു സ്ത്രീയും നിൽക്കുന്നുണ്ടായിരുന്നു. അവർ അദ്ദേഹത്തെ കണ്ട് ഭയന്നു വിറച്ചുപോയി. ജട പിടിച്ച മുടിയും താടിയും വെയിലും ഉപ്പുവെള്ളവുമേറ്റ് കരിവാളിച്ചു പൊളിഞ്ഞ തൊലി, കീറിപ്പറഞ്ഞ ഒരു അടിവസ്ത്രം മാത്രം ധരിച്ച് ശരീരം മുഴുവൻ ഉണങ്ങാത്ത മുറിവുകളുമായി നാലുകാലിൽ ഇഴഞ്ഞുവരുന്ന ആ വിചിത്രരൂപത്തെ കണ്ട് അവർ സ്തംഭിച്ചുപോയി. അതൊരു മനുഷ്യനാണെന്ന് പോലും അവർക്ക് തോന്നിയില്ല. ഒരു കാട്ടുമാകാൻ, അല്ലെങ്കിൽ കടലിൽ നിന്ന് ഉയർന്നുവന്ന ഏതെങ്കിലും ഒരു ദുരാത്മാവ്. അൽവാരെങ്ക അവരെ നോക്കി എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു. പക്ഷേ മാസങ്ങളായി സംസാരിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ നാവ് വഴങ്ങുന്നുണ്ടായിരുന്നില്ല. വായിൽ നിന്നു വന്നത് ചില അവ്യക്തമായ ശബ്ദങ്ങൾ മാത്രമായിരുന്നു. അദ്ദേഹം കൈകൾ കൊണ്ട് കുടിക്കുന്നതായും ഭക്ഷണം കഴിക്കുന്നതായും ആംഗ്യം കാണിച്ചു. ആ സ്ത്രീ, എമി ലിബോക്ക്, ഭയന്നുവിറച്ച് തന്റെ ഭർത്താവായ റസൽ ലൈക്ട്രിക്കിന്റെ പിന്നിൽ ഒളിച്ചു. റസൽ ധൈര്യം സംഭരിച്ചു മുന്നോട്ടു വന്നു. അദ്ദേഹം കൈയിലൊരു വെട്ടുകത്തിയെടുത്ത് പ്രതിരോധിക്കാനെന്ന വണ്ണം പിടിച്ചു. "ആരാണ് നീ? എവിടെ നിന്ന് വരുന്നു?" റസൽ ഇംഗ്ലീഷിൽ ചോദിച്ചു. അൽവാരെങ്കയ്ക്ക് ആ ഭാഷ മനസ്സിലായില്ല. അദ്ദേഹം സ്പാനിഷിൽ മറുപടി പറയാൻ ശ്രമിച്ചു. സോയി, ഹൗസെ എൽ സാൽവദോർ, മെക്സിക്കോ, ബാർക്കോ, പെസ്ക. ഞാൻ ഹോസെ, എൽ സാൽവദോർ, മെക്സിക്കോ, വള്ളം, മീൻപിടുത്തം. വാക്കുകൾ മുറിഞ്ഞുപോയി. അദ്ദേഹത്തിന്റെ ദയനീയമായ അവസ്ഥയും കണ്ണുകളിലെ നിസ്സഹായതയും കണ്ടപ്പോൾ റസ്സലിന് മനസ്സലിഞ്ഞു. ഇതൊരു അപകടത്തിൽപ്പെട്ട മനുഷ്യനാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹം വെട്ടുകത്തി താഴെ വെച്ച് എമിയോട് കുറച്ചു വെള്ളം കൊണ്ടുവരാൻ ആംഗ്യം കാണിച്ചു. എമി ഒരു കപ്പിൽ വെള്ളവുമായി വന്നപ്പോൾ അൽവാരങ്ക ഒരു മൃഗത്തെപ്പോലെ അത് തട്ടിപ്പറിച്ച് ആർത്തിയോടെ കുടിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും രുചികരമായ പാനീയം അതായിരുന്നു. പിന്നീട് റസ്സൽ ഒരു തേങ്ങ പൊട്ടിച്ച് അദ്ദേഹത്തിനു കൊടുത്തു. ആ ഇളനീരിന്റെ മാധുര്യം അദ്ദേഹത്തിന്റെ സിരകളിലേക്ക് പടർന്നു. അവർക്ക് പരസ്പരം ഭാഷ മനസ്സിലായില്ലെങ്കിലും ദയയുടെയും മനുഷ്യത്വത്തിന്റെയും ഭാഷ അവർക്കു മനസ്സിലായി. റസ്സൽ ദ്വീപിലെ മേയറെ വിവരമറിയിക്കാൻ പോയി. എമി അദ്ദേഹത്തിനൊരു പുതപ്പും കുറച്ചുകൂടി ഭക്ഷണവും നൽകി. വർഷങ്ങൾക്കു ശേഷം ഒരു സ്ത്രീയുടെ ദയയുള്ള സ്പർശമേറ്റപ്പോൾ അൽവാരെങ്കയുടെ കണ്ണുകൾ നിറഞ്ഞു. അധികം വൈകാതെ ദ്വീപിലെ മേയറും മറ്റാളുകളും അവിടേക്ക് വന്നു. അവരെല്ലാം ആ വിചിത്ര മനുഷ്യനെ അത്ഭുതത്തോടെ നോക്കി. അവരിലൊരാൾക്ക് കുറച്ച് സ്പാനിഷ് അറിയാമായിരുന്നു. അയാൾ വഴി അൽവാരെങ്ക തന്റെ കഥയുടെ ചുരുക്കം അവരോട് പറഞ്ഞു. മെക്സിക്കോയിൽ നിന്ന് മീൻ പിടിക്കാൻ പോയതാണെന്നും കൊടുങ്കാറ്റിൽപ്പെട്ട് ഒരു വർഷത്തിലേറെയായി കടലിൽ ഒഴുകി നടക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞപ്പോൾ ആർക്കും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം എത്തിപ്പെട്ടത് മാർഷൽ ദ്വീപുകളിലെ എബൻ അറ്റോൾ എന്ന വിദൂരമായ ഒരു പവിഴദ്വീപിലാണെന്ന് അവർ അദ്ദേഹത്തോട് പറഞ്ഞു. മെക്സിക്കോയുടെ തീരത്തുനിന്ന് 10,000 കിലോമീറ്ററിലധികം ദൂരെ. ആ വാർത്ത കേട്ട് അൽവാരങ്ക സ്തംഭിച്ചുപോയി. താൻ ഇത്രയും ദൂരം സഞ്ചരിച്ചുവെന്ന് അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തെ അവിടെ നിന്ന് ഒരു ബോട്ടിൽ മാർഷൽ ദ്വീപുകളുടെ തലസ്ഥാനമായ മജൂറോയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡോക്ടർമാർ അദ്ദേഹത്തെ കണ്ട് അത്ഭുതപ്പെട്ടു. അദ്ദേഹത്തിന്റെ ശരീരം അങ്ങേയറ്റം ദുർബലമായിരുന്നു. നിർജ്ജലീകരണവും പോഷകാഹാരക്കുറവും അദ്ദേഹത്തെ കാർന്നു തിന്നിരുന്നു. കാലുകൾക്ക് നടക്കാൻ ശേഷിയില്ലായിരുന്നു. കരളിനും വൃക്കകൾക്കും തകരാറുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ജീവനോടെയുണ്ടായിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയ അത്ഭുതം. ഹോസെ സാൽവഡോർ അൽവരെങ്കയുടെ അതിജീവനത്തിന്റെ കഥ കാട്ടുതീ പോലെ ലോകം മുഴുവൻ പടർന്നു. അവന്റെ കഥ പലരും സംശയത്തോടെയാണ് കേട്ടത്. എന്നാൽ
പതിയെ പതിയെ തെളിവുകൾ പുറത്തുവന്നതോടെ ലോകം ആ അവിശ്വസനീയമായ കഥ അംഗീകരിക്കാൻ തുടങ്ങി. ആശുപത്രി കിടക്കയിൽ വർഷങ്ങൾക്കുശേഷം അദ്ദേഹം തന്റെ അമ്മയുടെ ശബ്ദം ഫോണിലൂടെ കേട്ടു. "അമ്മേ, ഇത് ഞാനാണ്, ചിറില്ലോ." ആ ഒരൊറ്റ വാചകം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം ഒരു കൊച്ചുകുഞ്ഞിനെപ്പോലെ പൊട്ടിക്കരഞ്ഞു. മറുതലയ്ക്കൽ അദ്ദേഹത്തിന്റെ അമ്മയുടെയും അച്ഛന്റെയും കരച്ചിൽ അദ്ദേഹം കേട്ടു. മരിച്ചുപോയെന്നവർ ഉറപ്പിച്ച മകൻ മരണത്തിന്റെ താഴ്വരയിൽ നിന്ന് തിരിച്ചു വന്നിരിക്കുന്നു. കരയിലെ ജീവിതം അദ്ദേഹത്തിന് പുതിയൊരു വെല്ലുവിളിയായിരുന്നു. ഉറച്ച നിലത്ത് നടക്കാൻ അദ്ദേഹം വീണ്ടും പഠിക്കേണ്ടിയിരുന്നു. ഒരു കിടക്കയിൽ നിവർന്നു കിടക്കാൻ അദ്ദേഹത്തിന് ഭയമായിരുന്നു. അദ്ദേഹം പലപ്പോഴും തറയിൽ ഒരു മൂലയിൽ ചുരുണ്ടുകൂടിയാണ് ഉറങ്ങിയത്. ഒരു ഗ്ലാസ് വെള്ളം കാണുമ്പോൾ പോലും അദ്ദേഹത്തിന് ഭയമായിരുന്നു. ആ 438 ദിവസങ്ങൾ അദ്ദേഹത്തിന്റെ ആത്മാവിൽ ഒരു മായാത്ത മുറിപ്പാടായി അവശേഷിച്ചിരുന്നു. അദ്ദേഹം പഴയ ചിറില്ലോ ആയിരുന്നില്ല. കടൽ അദ്ദേഹത്തെ എന്നേക്കുമായി മാറ്റിമറിച്ചിരുന്നു. ആഴ്ചകൾ നീണ്ട ആശുപത്രിവാസത്തിനു ശേഷം ഹോസെ സാൽവദോർ അൽറെങ്ക പതിയെ ഭൗതികമായ ജീവിതത്തിലേക്ക് തിരിച്ചുവന്നു. അദ്ദേഹത്തിന്റെ ശരീരം അത്ഭുതകരമായ രീതിയിൽ സുഖം പ്രാപിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സ് അപ്പോഴും ആഴക്കടലിലെവിടെയോ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. മാർഷൽ ദ്വീപുകളിൽ നിന്ന് അദ്ദേഹത്തെ ജന്മനാടായ എൽ സാൽവദോറിലേക്ക് കൊണ്ടുപോയി. ഒരു പതിറ്റാണ്ടിനും അപ്പുറമുള്ള ഒരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം സ്വന്തം മണ്ണിൽ കാലുകുത്തുകയായിരുന്നു. വിമാനത്താവളത്തെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വലിയൊരു ജനക്കൂട്ടം തടിച്ചുകൂടിയിരുന്നു. മാധ്യമപ്രവർത്തകരുടെ ക്യാമറകൾ മിന്നിമായുന്നുണ്ടായിരുന്നു. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. പിന്നെ ഒന്നും അറിയാതെ കടലിൽ നിന്ന് തിരിച്ചുവന്ന അത്ഭുത മനുഷ്യനെ ഒരു നോക്ക് കാണാൻ വന്ന നാട്ടുകാരും. ഒരു നിമിഷം കൊണ്ട് അദ്ദേഹം ഒരു ദേശീയ ഹീറോ ആയി മാറിയിരുന്നു. ജനക്കൂട്ടത്തിനിടയിൽ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ആ മുഖങ്ങൾ തിരഞ്ഞു. തന്റെ അമ്മ, അച്ഛൻ, പിന്നെ ഫാത്തിമ. അവളെ അദ്ദേഹം അവസാനമായി കാണുമ്പോൾ അവൾ ഒരു പിഞ്ചുകുഞ്ഞായിരുന്നു. ഇപ്പോൾ അവൾ ഒരു കൗമാരക്കാരിയായി, അച്ഛന്റെ ഓർമ്മകൾ മാത്രം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു പെൺകുട്ടി. അവർ പരസ്പരം കണ്ടപ്പോൾ വാക്കുകൾ അപ്രസക്തമായി. കണ്ണുനീരിൽ കുതിർന്ന ഒരു പുനഃസമാഗമം. ഒരച്ഛനും മകളും, കാലവും സമുദ്രവും അവർക്കിടയിൽ തീർത്ത വലിയൊരു അകലം നീന്തിക്കടക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഗ്രാമമായ ഗരിറ്റ പാൽമേരയിൽ അവനൊരു രാജകീയ വരവേൽപ്പാണ് ലഭിച്ചത്. ആളുകൾ അദ്ദേഹത്തെ തോളിലേറ്റി ആർപ്പു വിളിച്ചു, പടക്കം പൊട്ടിച്ചു. പക്ഷേ ഈ ബഹളങ്ങൾക്കിടയിലും അൽവാരെങ്കിയുടെ മനസ്സ് ശാന്തമായിരുന്നില്ല. അദ്ദേഹം ജനങ്ങളെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ ആ ചിരി അദ്ദേഹത്തിന്റെ ചുണ്ടുകളിൽ ഒതുങ്ങിനിന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ശൂന്യമായിരുന്നു. ആരും കാണാത്ത, ആരും അറിയാത്ത ഉപ്പുവെള്ളത്തിന്റെ ഗന്ധമുള്ള ഒരു ലോകം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇപ്പോഴുമുണ്ടായിരുന്നു. കരയിലെ ജീവിതം അദ്ദേഹത്തിനൊരു പുതിയ തരം അതിജീവനമായിരുന്നു. ഉറച്ച നിലത്ത് ആടിയുലയാതെ നടക്കാൻ അദ്ദേഹം വീണ്ടും പഠിക്കേണ്ടിയിരുന്നു. വിശാലമായ മുറികളിൽ ഉറങ്ങാൻ അദ്ദേഹത്തിന് ഭയമായിരുന്നു. അത് അദ്ദേഹത്തിന്റെ കടലിന്റെ അനന്തമായ ശൂന്യതയെ ഓർമ്മിപ്പിച്ചു. അദ്ദേഹം പലപ്പോഴും തറയിൽ ഒരു മൂലയിൽ ഐസ് പെട്ടിക്കുള്ളിൽ ഒതുങ്ങിക്കൂടിയിരുന്നതുപോലെ ചുരുണ്ടുകൂടിയാണ് ഉറങ്ങിയത്. വെള്ളം കാണുമ്പോൾ, ഒരു ഗ്ലാസ് വെള്ളം കാണുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ ഹൃദയമിടിപ്പ് കൂടുമായിരുന്നു. ആ 438 ദിവസങ്ങൾ അദ്ദേഹത്തിന്റെ ആത്മാവിലൊരു മായാത്ത മുറിപ്പാടായി, ഒരു സ്ഥിരം ടാറ്റുപോലെ അവശേഷിച്ചിരുന്നു. അദ്ദേഹം ഒരുപാട് ഭക്ഷണം കഴിച്ചു. എപ്പോഴും എന്തെങ്കിലും കഴിച്ചുകൊണ്ടേയിരുന്നു. അടുത്ത ഭക്ഷണം എപ്പോൾ കിട്ടുമെന്നറിയാത്ത ആ ഭീകരമായ ദിവസങ്ങളുടെ ഓർമ്മ അദ്ദേഹത്തെ വിട്ടുപോയിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭക്ഷണങ്ങൾക്കൊന്നും പഴയ രുചി തോന്നിയില്ല. അദ്ദേഹത്തിന്റെ രുചിമുകളങ്ങൾ പച്ചമാംസത്തോടും ആമയുടെ രക്തത്തോടും പൊരുത്തപ്പെട്ടുപോയിരുന്നു. ഏറ്റവും വലിയ വെല്ലുവിളി ജനങ്ങളുടെ പ്രതികരണമായിരുന്നു. ചിലർ അദ്ദേഹത്തെ ഒരു അത്ഭുതമായി, ദൈവത്തിന്റെ ദൃഷ്ടാന്തമായി കണ്ടു. മറ്റു ചിലർ അദ്ദേഹത്തിന്റെ കഥയെ സംശയത്തോടെ വീക്ഷിച്ചു. ഒരു മനുഷ്യന് ഇത്രയും കാലം കടലിൽ അതിജീവിക്കാൻ കഴിയില്ലെന്ന് അവർ വാദിച്ചു. അദ്ദേഹത്തിന്റെ കഥയിൽ പൊരുത്തക്കേടുകളുണ്ടെന്ന് അവർ കണ്ടെത്തി. ഏറ്റവും ക്രൂരമായ ആരോപണം കൊർദോബയെ അദ്ദേഹം കൊന്നു തിന്നതാണെന്നായിരുന്നു. ഈ കിംവദന്തികൾ കാട്ടുതീ പോലെ പരന്നു. ഈ ആരോപണങ്ങൾ അദ്ദേഹത്തെ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. താൻ അനുഭവിച്ച യാതനകൾക്ക് ഒരു വിലയുമില്ലേ എന്ന് അദ്ദേഹം വേദനയോടെ ചിന്തിച്ചു. അദ്ദേഹം മെക്സിക്കോയിലേക്ക് പോയി. തന്റെ വാക്കുപാലിക്കാനായി കൊർദോബയുടെ അമ്മയെ കണ്ടു. ആ അമ്മയുടെ മുന്നിൽ നിൽക്കാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ടായിരുന്നില്ല. അദ്ദേഹം ആ അമ്മയുടെ കാൽക്കൽ വീണ് കരഞ്ഞു. കൊർദോബയുടെ അവസാന നിമിഷങ്ങളെക്കുറിച്ചും അവന്റെ അവസാനത്തെ ആഗ്രഹത്തെക്കുറിച്ചും അദ്ദേഹം അവരോട് പറഞ്ഞു.
ആ അമ്മ കണ്ണീരോടെ ആ കഥ കേട്ടിരുന്നു. അവർ അദ്ദേഹത്തോടു ക്ഷമിച്ചു. പക്ഷേ അവരുടെ മകന്റെ നഷ്ടം ഒരു തീരാവേദനയായി ആ കുടുംബത്തിൽ അവശേഷിച്ചു. പിന്നീട് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കൊർദോബയുടെ കുടുംബം അദ്ദേഹത്തിനെതിരെ കേസുകൊടുത്തു. ആ നിയമയുദ്ധം അദ്ദേഹത്തെ മാനസികമായി കൂടുതൽ തളർത്തി. അദ്ദേഹത്തിന്റെ കഥ ഒരു പുസ്തകമായി ലോകം മുഴുവൻ വായിക്കപ്പെട്ടു. അദ്ദേഹം ഒരു അന്താരാഷ്ട്ര സെലിബ്രിറ്റിയായി. അഭിമുഖങ്ങൾക്കും പ്രഭാഷണങ്ങൾക്കുമായി അദ്ദേഹത്തിന് ക്ഷണങ്ങൾ ലഭിച്ചു. പക്ഷേ ആ പ്രശസ്തിയുടെ വെള്ളിവെളിച്ചം അദ്ദേഹത്തിന് സന്തോഷം നൽകിയില്ല. അദ്ദേഹം കൊതിച്ചത് ഒരു സാധാരണ ജീവിതമായിരുന്നു. ഫാത്തിമയോടൊപ്പം, തന്റെ കുടുംബത്തോടൊപ്പം, കടലിന്റെ ഓർമ്മകളില്ലാത്ത ശാന്തമായൊരു ജീവിതം. പക്ഷേ കടൽ അദ്ദേഹത്തെ കരയിലും പിന്തുടർന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഒരു തിരമാല പോലെ എപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം പഴയ ചിറിലോ ആയിരുന്നില്ല. ആഘോഷങ്ങളെ സ്നേഹിച്ചിരുന്ന, ഉറക്കെ ചിരിച്ചിരുന്ന ആ മനുഷ്യൻ കടലിൽ എവിടെയോ വെച്ച് മരിച്ചുപോയിരുന്നു. തിരിച്ചുവന്നത് കടലിന്റെ ഭീകരത കണ്ട, ഏകാന്തതയുടെ ആഴമറിഞ്ഞ, തികച്ചും വ്യത്യസ്തനായ ഒരു മനുഷ്യനായിരുന്നു. ഹൂസേ സാൽവദോർ അൽവരംഗയുടെ കഥ കേവലം ഒരു അതിജീവനത്തിന്റെ കഥയല്ല. അതൊരു മനുഷ്യന്റെ ആന്തരികമായ പോരാട്ടത്തിന്റെ കഥയാണ്. പ്രകൃതിയുടെ ഭീകരമായ ശക്തിയെ അതിജീവിച്ചൊരു മനുഷ്യൻ പിന്നീട് മനുഷ്യന്റെ ലോകത്തിലെ സങ്കീർണതകളോടും സംശയങ്ങളോടും മുൻവിധികളോടും പോരാടേണ്ടി വന്നതിന്റെ കഥ. അദ്ദേഹത്തിന്റെ ശരീരം കരയിലെത്തി. പക്ഷെ അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ ഒരു ഭാഗം എന്നേക്കുമായി ആ പസഫിക് മഹാസമുദ്രത്തിൽ കൊർദോബയോടൊപ്പം നഷ്ടപ്പെട്ടുപോയിരുന്നു. വർഷങ്ങൾക്കിപ്പുറവും ഒരു മഴ പെയ്യുമ്പോൾ, ഒരിടി മുഴങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയം ഭയം കൊണ്ട് പിടയും. അദ്ദേഹം ജനലിലൂടെ പുറത്തേക്ക് നോക്കും. ആകാശത്ത് കൊടുങ്കാറ്റിന്റെ ലക്ഷണങ്ങളുണ്ടോ എന്ന് പരതും. അദ്ദേഹത്തിന് ഇനി ഒരിക്കലും ഒരു വള്ളത്തിൽ കയറാൻ കഴിയില്ല. കടലിനെ ദൂരെ നിന്ന് നോക്കി നിൽക്കാൻ മാത്രമേ അദ്ദേഹത്തിന് കഴിയൂ. അത് അദ്ദേഹത്തിന് ഒരേ സമയം അമ്മയും ശത്രുവുമായിരുന്നു. എങ്കിലും ആ 438 ദിവസങ്ങൾ അദ്ദേഹത്തെ ചിലത് പഠിപ്പിച്ചു. ജീവിതത്തിന്റെ വില, ഒരു തുള്ളി ശുദ്ധജലത്തിന്റെ വില, ഒരു പിടി ഭക്ഷണത്തിന്റെ വില. മനുഷ്യൻ എത്ര നിസ്സാരനാണെന്നും എന്നാൽ മനുഷ്യന്റെ ഇച്ഛാശക്തി എത്ര അപാരമാണെന്നും അദ്ദേഹം സ്വന്തം ജീവിതം കൊണ്ട് പഠിച്ചു. ഇപ്പോൾ ഈ രാത്രിയുടെ ശാന്തതയിൽ നമ്മൾ ഈ കഥ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക. ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഒരു കടലുണ്ട്. ചിലപ്പോൾ ശാന്തം, ചിലപ്പോൾ പ്രക്ഷുബ്ധം. ആ കടലിനെ അതിജീവിച്ചു മുന്നോട്ടു പോകാനുള്ള കരുത്ത് നമ്മുടെ എല്ലാം ഉള്ളിലുണ്ട്. ഹോസേ സാൽവദോർ അൽവരംഗ ഒരു ഓർമ്മപ്പെടുത്തലാണ്. മനുഷ്യന്റെ ഇച്ഛാശക്തിയുടെ, പ്രതീക്ഷയുടെ, സഹനത്തിന്റെ ഒരു അനശ്വരമായ ഓർമ്മപ്പെടുത്തൽ. കാലത്തിന്റെ കടലിൽ ഒരു വിളക്കുമാടം പോലെ അദ്ദേഹം എന്നും പ്രകാശിച്ചു നിൽക്കും.